മുഹമ്മദിന്റെ മുന്നിൽ തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് വന്നാൾ ഒരല്പം മടിച്ചു, ലജ്ജിച്ചു. അയാൾ ലാസ്റ്റ് പോയി, ഏറ്റവും പുറത്തെ പള്ളിയില്, മദീനത്തെ പള്ളിയിൽ. മൂന്നാമത് വന്ന ആളിന് മൂന്നാമത് അടുത്തടുത്താ വന്നത്. മൂന്നാമത്തെ വന്ന ആൾ പെട്ടെന്ന് ക്ലാസ് കണ്ടപ്പോൾ ഇയാൾക്ക് നാണക്കടം തന്നെ തിരിച്ചവണം. ഇതിൽ ഒന്നാമത്തെ ആളെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. രണ്ടാമത്തെ ആളെ കുറിച്ച് വിശ്വാസം പറഞ്ഞ വാക്ക് പറയുന്നത്, അദ്ദേഹം അള്ളാഹുവിനെ തൊട്ട് ലജ്ജിച്ചു. അപ്പോൾ അള്ളാഹു അയാളെ തൊട്ട് ലജ്ജിച്ചു. നമ്മളൊന്നും പലപ്പോഴും ലജ്ജ നടക്കാൻ, പക്ഷെ ലജ്ജ വേണ്ടത് അള്ളാഹുവിന്റെ എതിരായ വിഷയത്തിലല്ല, അള്ളാഹ് ഉള്ള വിഷയത്തിലാണ്. അവിടെയാണ് ഹയാവ് വേണ്ടത്. ഇനി മൂന്നാമത്തെ ആളുടെ അവസ്ഥ ഉണ്ടായി, അയാൾ തിരിഞ്ഞു പോയി. നബി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു അയാളെ തൊട്ടും തിരിഞ്ഞു കളഞ്ഞു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര അവരുടെ കാര്യം. അതുകൊണ്ട് ഏത് സദസ്സിരിക്കുമ്പോഴും നിങ്ങൾ ഏറ്റവും മുന്നിൽ അവിടെ ശരി കുറച്ച് തിരക്കിയാലും മതി. ചങ്ങായി ഇഷ്ടംപോലെ സാരല്ല, കുറച്ച് തിരക്കിണ്ടാലും കുഴപ്പം. ഇതായിരുന്നു സ്വഹാബത്തിന്റെ രീതി. ഇന്നും നമുക്കത് കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹു തആല നമുക്ക് ഒമ്പളെ വെച്ച് തോഫിക്ക് കൂടെ നിന്ന് മാറട്ടെ. ഹറമില് മസ്ജിദ് നബവിയിൽ ചെന്നിട്ട് അവിടെ ദർസ് വെച്ചിട്ട് ഞാൻ മുട്ടിയിട്ടായിരിക്കും ആ ഉസ്താദിന് കാല് നീട്ടാൻ പറ്റില്ല. അങ്ങനെ ഇടങ്ങാറാക്കണം എന്നല്ല പറഞ്ഞു. താൽപ്പോലും കുറച്ചുകൂടെ മുന്നിലേക്ക് ഇരുന്ന് അങ്ങനെയാണ് ഇതിന്റെ സഹകരിക്കേണ്ടത്. അള്ളാഹു സഹായിക്കുമാറാണ്. ശരി, എന്താണ് ഈ ആയത്തിലൂടെ റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്? അള്ളാഹ് പറഞ്ഞ വാക്കത്ത് أفمن شرح الله صدره للإسلام فهو على نور من ربه. അപ്പോൾ ഏതൊരാളുടെ ഹൃദയത്തിന് അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം സ്വീകരിക്കാൻ അള്ളാഹു വിശാലത നൽകുകയും അങ്ങനെ അവൻ തന്റെ റബ്ബിങ്കിൽ നിന്നുള്ള പ്രകാശത്തിലായിരിക്കുകയും ചെയ്യുന്നുവോ, അവൻ മറ്റൊരുത്തനെ പോലെയാണോ? ഏതാ മറ്റൊരുത്തൻ? ഹൃദയം കടുത്തുപോയി ഒരാൾ. എന്നിട്ട് നമ്മൾ പറഞ്ഞ വാക്കത്തറിയും, فويل للقاسية قلوبهم من ذكر الله. എന്നാൽ അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന്, സ്മരണയിൽ നിന്ന്, കീർത്തനത്തിൽ നിന്ന്, അവനെ കുറിച്ച് ഓർക്കുന്നതിൽ നിന്ന് അകന്ന് ഹൃദയങ്ങൾ കടുത്തുപോയവർക്കാകുന്നു നാശം. അതായത് നാശമുണ്ട്, നഷ്ടം. അത്തരക്കാർ വ്യക്തമായ ദുർമാർഗത്തിലെത്തുക. ഈ ആയത്തെ വിവരിക്കുന്നിടത്ത് നമുക്കൊക്കെ പരിചയമുള്ള മഹാനായ ശൈഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മഹുല്ലാഹ് മുഹഖിഖാണ്, മുഹദ്ദിസാണ്. അഹ്ലുസുന്നന്റെ ഉസൂൽ ഇൽമിയായിട്ട് ഏതൊക്കെ ഫന്നുണ്ടോ, അത് ഫറായിദാകട്ടെ, നഹ്വാകട്ടെ, ബലാഗയാകട്ടെ, അറൂദാകട്ടെ, ഏത് വിഷയം എടുത്താലും അതിനകത്തൊക്കെ ശൈഖുകളുണ്ടാവും. ആ ശൈഖിനെ അത്രയൊരു ദർജയിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് മറ്റൊരു ശൈഖ് ഉണ്ടായിരുന്നു, അറിയപ്പെട്ട മുഫസ്സിറായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ ആയത്തിന് ഇമാം സഅദി നൽകിയൊരു വിശദീകരണവും അതിനോടനുബന്ധമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഇത് മനസ്സിലാക്കാനുള്ള തൗഫീഖും അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതായത് ഈ ആയത്തിന് വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നു, അതായത് ഇസ്ലാം സ്വീകരിക്കാൻ ഹൃദയത്തിന് വിശാലത ലഭിച്ചവൻ ഇസ്ലാം സ്വീകരിക്കാൻ ഹൃദയത്തിന് വിശാലത ലഭിച്ചവൻ, ഒന്നാമത്തത് അവന്റെ ക്വാളിറ്റി എന്തറിയോ? ദീനിന്റെ നിയമങ്ങൾ ശരിയായിട്ട് അവൻ പാലിക്കുന്നു. ദീനിന്റെ നിയമങ്ങൾ അവൻ പാലിക്കുന്നു. 2, അത് തൃപ്തിയോടുകൂടി പ്രവർത്തിക്കുന്നു. 3, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളിൽ അവന് ഉൾക്കാഴ്ച ഉണ്ടാവുകയും അതിലവൻ സന്തോഷിക്കുകയും ചെയ്യുന്നു. അതാണ് നാലാമത്, അതിലവൻ സന്തോഷിക്കുകയും ചെയ്യുന്നു. അതാണ് അള്ളാഹു തആല പറഞ്ഞത്, ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി, അവൻ തന്റെ റബ്ബിങ്കിൽ നിന്നുള്ള പ്രകാശത്തിലായിരിക്കുന്നു. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്താണ് ശൈഖ് പറഞ്ഞത്? അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ അവൻ പാലിക്കുന്നു എന്ന്. തൗഹീദ്, അതുപോലെ നിസ്കാരം, നോമ്പ്, സദഖ, സബ്ർ, സിലത്തുർ റഹിം തുടങ്ങി എന്തൊക്കെയാണോ അല്ലാഹു തആല കൽപ്പിച്ചത്, ആ കൽപ്പിച്ചത് മുഴുവനും അവൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന്. അത് റബ്ബ് എന്ത് കൽപ്പിച്ചാണ്,
റബ്ബ് എന്ത് കൽപ്പിച്ചാലും അള്ളാഹുവിന്റെ അവാമിറുകളെ അവൻ സ്വീകരിക്കുകയും അള്ളാഹു വിരോധിച്ചവയെ അവൻ മാറ്റി നിർത്തുകയും ചെയ്യുന്നു. അതാണ് മത നിയമങ്ങൾ അവൻ പാലിക്കുന്നു എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മൾ നിസ്കരിക്കാൻ നമ്മോട് കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോമ്പ് നിസ്കരിച്ചത്. അത് നോമ്പ് നോക്കാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നോമ്പുകാരായത്. ഇസ്ലാമികമായ ഷിആറുകൾ പാലിക്കാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ദീനിന്റെ ഷിആറുകൾ നമ്മൾ പാലിക്കുന്നത്. കുടുംബ ജീവിതത്തിന്റെ മര്യാദകൾ നമ്മോട് കൽപ്പിക്കപ്പെട്ടതിനാലാണ് സിനത്തുർ റഹിം, കുടുംബബന്ധം നമ്മൾ പാലിക്കുന്നത്. എന്തൊക്കെ റബ്ബ് കൽപ്പിച്ചത് മുഴുവൻ അവൻ പാലിക്കുന്നു. ഇനിയാണ് ഏറ്റവും രസകരമായ ഒരു വാക്യം സാടി ധരിച്ചത്. എങ്ങനെയാണ് അത് പാലിക്കുന്നത്? മനസ്സംതൃപ്തിയോടുകൂടി. ഇതാണ് അധികത്തുള്ള പ്രശ്നം. മനസ്സംതൃപ്തിയോടുകൂടി, തൃപ്തിയോടുകൂടിയാണ്, മനസ്സിന് പൂർണ്ണ താല്പര്യത്തോടു കൂടിയാണ് അള്ളാഹുവിന്റെ കൽപ്പനകളെ അവൻ ശിരസ വഹിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നിസ്കരിച്ചില്ലേ, നിസ്കാരം പ്രിയമുള്ളവരെ ഇഷ്ടപ്പെട്ടും തൃപ്തിപ്പെട്ടുമാണ് നിസ്കരിക്കേണ്ടത്. ഒരിക്കലും കഷ്ടപ്പെട്ടും അലസതയിലായും പ്രയാസപ്പെട്ടുമല്ല നിസ്കരിക്കേണ്ടത്. കാരണം എന്തറിയോ? മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടത്തേക്ക് നിസ്കാരം ഒരു കൺകുളിർമയായിരിക്കും. ഹദീസുകളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അല്ലാമത്തുൽ അൽബാനി റഹ്മഹുല്ലാഹ് സ്വഹീഹായി ഹുക്മ നൽകിയ ഹദീസ് ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാൻ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല എടുത്തിട്ട് വജുഇല ഖുർറതു ഐനി ഫിസ്സലാത്ത്, എന്റെ കൺകുളിർമ നിസ്കാരത്തിലായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതാണ്. നബിക്ക് ഏറ്റവും കൺകുളിർമുള്ളത് നിസ്കാരത്തിലായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഏതൊരു മുസീബത്തുകൾ കേൾക്കുന്നിടത്തും നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലേ? അതെന്തൊക്കെയായാൽ, ഭയമാകട്ടെ, പട്ടിണിയാകട്ടെ, ധനനഷ്ടമാകട്ടെ, ജീവനഷ്ടമാകട്ടെ, വിഭവ നഷ്ടമാകട്ടെ, എന്തൊക്കെയായാലും എന്നിട്ട് അവർ പറയും അല്ലദീന അസ്വാബത്തുഹും അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നാൽ അതിനപ്പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നത്തോടില്ലായിരുന്നു. ഒരാൾ മരിച്ചു എന്ന് കേട്ടാലും, ഒരിടത്തൊരു അപകടം ഉണ്ടായത് കേട്ടാലും, ആരെങ്കിലും സാമ്പത്തികമായി പ്രതിസന്ധിയിലായിരുന്നു കേട്ടാലും, എന്ത് മുസീബത്തുകൾ കേട്ടാലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. നമുക്ക് നഷ്ടപ്പെട്ടു പോയി സുന്നത്താണ്. നിസ്കാരത്തിലേക്ക് ഒരു മനസ്സിനൊരു താല്പര്യം. ഞാൻ നിസ്കാരത്തെ കുറിച്ച് മാത്രമല്ല, നിസ്കാരം ഒരു ഉദാഹരണം പറഞ്ഞു. അമ്മ എന്ത് കൽപ്പിച്ചാൽ, ഇത് റമദാൻ കൊണ്ട് അമ്മ കൽപ്പിച്ച് നോമ്പ് നോൽക്കാൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോമ്പിന് സ്വീകരിച്ചത് മനസ്സംതൃപ്തിയോടുകൂടി, താല്പര്യത്തോടുകൂടി, ഓരോ നിമിഷവും എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകണമെന്നല്ല, ഓരോ നിമിഷവും അല്ലാഹുവേ നിനക്ക് തൃപ്തികരമായ രീതിയിൽ കഴിഞ്ഞു പോകണമെന്ന്. നിങ്ങൾ ആലോചിക്കും, ഇത്തരം ഒരു മനസ്സംതൃപ്തി അനുഭവിച്ചവരുന്നു സ്വഹാബത്ത്. 1.25 ലക്ഷത്തോളം വരുന്ന സ്വഹാബത്ത്. ഞങ്ങൾക്ക് 2 പേരെ ഉദാഹരണം മാത്രം പറഞ്ഞു. ഉദാഹരണത്തിന് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല. നമ്മുടെ 3-ലോ 4-ലോ നമ്മുടെ പുസ്തകത്തിലെ മദ്രസ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് ബിലാലിനെ കുറിച്ച്. ആ ബിലാലിന്റെ ഉമ്മയത്തിങ്ങനെ മണ്ണിൽ കിടത്തിയിരിക്കാണ്. മണലും ചുട്ടുകൊള്ളുന്ന മണലാണ്. മീതെ ഒരു കല്ല് കയറ്റി വെച്ചിട്ടുണ്ടെന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ അതിനധികത്തുണ്ടെങ്കിൽ പോലും അങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് എന്നാണ്. എന്നിട്ട് പറഞ്ഞു വിളിക്കടാ നമ്മുടെ മലയാളീകരിച്ച ഭാഷയിൽ പറഞ്ഞാൽ. പക്ഷേ ആ ക്രൂരമായ പീഡനങ്ങൾക്കിടയിലും തൗഹീദ് ഖൽബിലേക്ക് കയറിയ, ഹൃദയത്തിൽ ഈമാൻ ഉറച്ച, ഖൽബിൽ തൗഹീദ് കട്ട പിടിച്ച ബിലാലിന്റെ വാക്കെന്താണ്? അല്ലാഹു അഹദ്. അതിങ്ങനെ ലോപിച്ച് അഹദ് 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 എന്നായി പോയി. ക്രൂരമായ പീഡനത്തിനിടയിലും ഈമാനിനാൽ, തൗഹീദിനാൽ, ഹിദായത്തിനാൽ ബിലാൽ ഇബ്നു റവാഹ് അവിടുന്ന് അനുഭവിച്ചൊരു മനസ്സംതൃപ്തി കൊണ്ടാണ് അതിന് അദ്ദേഹത്തിന് അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റും. വല്ലാത്തൊരു മാനസിക സംതൃപ്തി ഏത് പീഡനത്തിലും. കാരണം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഹറാനി അവിടുത്തെ മജ്മൂഉ ഫതാവ വിശാലമായ വാള്യങ്ങളുള്ള പുസ്തകമാണ്. അതിനകത്ത് അദ്ദേഹം റിളയെ കുറിച്ച് പറയുന്നുണ്ട്, അതിന്റെ ഇനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് റിള, മനസ്സംതൃപ്തി, അത് നിർബന്ധമാകുന്നു എന്നാണ്. എവിടെ? അദ്ദേഹം പറഞ്ഞൊരു വാക്കെന്തറിയോ? നമുക്കുണ്ടാകുന്ന നിന്ദ്യതയിൽ, ദാരിദ്ര്യത്തിൽ, പ്രയാസങ്ങളിൽ,
ക്രൂരമായ ബഹിഷ്കരണങ്ങളിൽ, പാലായനങ്ങളിൽ, ആട്ടിയോടിക്കലുകളിൽ, ക്രൂരമായ ആക്ഷേപങ്ങളിലൊക്കെ എന്ത്, അതൊക്കെ അല്ലാഹുവിന്റെ വിധിയാണ്. തഹ്ത മശീഅത്തില്ലാഹി വഖദരിഹി വഖളാഇഹി വഇറാദതിഹി. നമ്മുടെ അഖീദത്തിന്റെ ഭാഗമാണ്. തൗഹീദ് നമ്മൾ പഠിക്കുന്ന വിഷയമാണ്. ഒരു മനസ്സംതൃപ്തി, അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ അനുഭവിക്കണ പ്രയാസത്തിൽ ഒരു മാനസികമായ സംതൃപ്തി. അൽഹംദുലില്ലാ. അപ്പൊ എന്തും അവര് സംതൃപ്തിയോടുകൂടിയ ചെയ്യണം. ആലോചിച്ചൊക്കെ നമ്മളൊക്കെ സ്കെച്ചത് ആദ്യാവസാനം ഇങ്ങനൊരു മനസ്സംതൃപ്തിയോടുകൂടിയായിരുന്നു. എന്റെ റബ്ബ് കൽപ്പിച്ചതാണ്. എന്റെ റബ്ബിന്റെ മുന്നിൽ ആദ്യമായിട്ട് എന്നെ നിർത്തുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കർമ്മമാണ്. എന്റെ മനസ്സും എന്റെ ശരീരവും എല്ലാം ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഉബൂദിയ്യ, പരിപൂർണമായി അല്ലാഹുവിനുള്ള കീഴൊതുങ്ങൽ നിലനിൽക്കുന്ന ഒരു ഇബാദത്താണ്. അതുകൊണ്ട് മനസ്സംതൃപ്തിയോട് കൂടിയാണോ നമ്മൾ സ്കെച്ച് ചോദിച്ചാൽ ചിലപ്പോ നമ്മള് തമാശക്ക് കൊണ്ടല്ലോ കൈ ഇങ്ങനെ കെട്ടിയത് മാത്രം ഓർമ്മണ്ടാവും. പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നമ്മളിവിടെ ഉണ്ടായിരുന്നു പോകുന്നുണ്ടാവും അല്ലെ. മുമ്പ് സൗദി അറേബ്യയിലായിരിക്കുമ്പോ അവിടെ പഠിക്കുന്ന ജോലിയുടെ കാലത്ത് ഒരു ശേഷം ഇങ്ങനെ പള്ളിയിൽ ദർശെടുക്കണം. അങ്ങനെ ദർശനം നമ്മൾ പോയിരിക്കാറുണ്ടല്ലോ. ആ ദർശനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് എന്താ വെച്ചാല്, ഒരു നാട്ടിൽ ഇങ്ങനെ പള്ളിയിൽ നിസ്കരിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് കൺഫ്യൂഷനായി. ഇത്ര നിസ്കരിച്ചു, 4 5 കൺഫ്യൂഷനായി. അപ്പോ ഉടനെ അതിനുള്ള കഫാർത്തൊക്കെ ചെയ്ത് സുജൂദൊക്കെ ചെയ്ത്, എന്നാലും കൂട്ടത്തിൽ കുറച്ച് പ്രായമുള്ള കാര്യമൊക്കെ നീട്ടി വളർത്തിയ കുറച്ചൊക്കെ തപ്പുകൊണ്ട് തോന്നുന്ന ഒരു ശേഖരം ചോദിച്ചു, അല്ല നമ്മൾക്ക് എത്ര നിസ്കരിച്ചു? അപ്പൊ മൂപ്പരിങ്ങനെ പറഞ്ഞു, സാധാരണഗതിയില് ഞാൻ ബസറ പട്ടണത്തിന്റെ കവാടം കടക്കുമ്പോഴാണ് സലാം വിട്ടത്, പക്ഷെ കുറച്ച് നേരത്തെ വീട്ടിൽ പോകും. കൂട്ടത്തിൽ കൊള്ളാവുന്ന ഒരാളെ മാനസികാവസ്ഥതാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള അവസ്ഥ തന്നെ ഉണ്ടാവും. ഇത് തന്നെയാണ് ചിലപ്പോ നമുക്കൊക്കെ ഉണ്ടായത്. കയ്യിൽ കിട്ടിയ റൂപ് മാത്രം അവിടെ ഉണ്ടാവില്ല, ബാക്കിയൊക്കെ ഉണ്ടാവും. ശരിക്കും നിസ്കാരത്തിന്റെ മർമ്മം തന്നെ ഖുശൂഅാണ് അല്ലെ. ഖുശൂഅ് നമ്മുടെ സുഹൃത്ത് മുഅ്മിനൂൽ പഠിക്കുന്ന പോയിന്റ് ആണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ശരി, ഞാൻ പറഞ്ഞു വന്നത് ഈ ഇബാദത്തുകളെല്ലാം മനസ്സംതൃപ്തിയോടുകൂടി ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് കൊതിച്ച് ഒരു ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തുക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകും. അതാണ് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹൃദയശാലത കിട്ടിയ ആളുകളുടെ രണ്ടാമത്തെ നിങ്ങളനുസരിക്കും. രണ്ടാമതൊരു സഹാബിന്റെ ചരിത്രം കൂടി പറഞ്ഞിറങ്ങാം. നിങ്ങളെല്ലാവരും കേൾക്കുന്ന ഒരു സഹാബിയാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുമായി മുലകുടി ബന്ധം. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയാണ്. അവരുടെ മോന്റെ പേരാണ് അനസ് ബിൻ മാലിക്. 10 വയസ്സ് മുതൽ 10 കൊല്ലം മുഹമ്മദ് നബിയെ സേവിച്ച മഹാൻ. അവരുമാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. ഏത് നിമിഷവും നബിന്റെ സ്വകാര്യതയിൽ ബെഡ്റൂമിൽ വരാനും അദ്ദേഹത്തിന്റെ കിടപ്പറയിൽ ഇരിക്കാനും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നബിക്ക് പുറപ്പടിച്ചു കൊടുക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള സഹോദരിയാണ് ആ ഉമ്മു സുലൈം. അവരുടെ നമുക്കറിയാം ചരിത്രം അറിയാം. അനസ് ബിൻ മാലിക്കിന്റെ വാപ്പ, അതല്ലാതെ മറ്റൊരു അബൂ തൽഹത്തുൽ അൻസാരി, അവരെ കൊണ്ട് മദീനയിൽ നിന്ന് കല്യാണം കഴിക്കാം. അപ്പൊ അവർ ഷർത്ത് വെച്ചതൊക്കെ നമുക്കറിയാം, പലപ്പോഴും ചരിത്രം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം സ്വാഭാവികമായി ഉമ്മു സുലൈം വീട്ടില് ജോലിയിലായിരിക്കെ അവിടുത്തെ ചെറിയ കുഞ്ഞ് മരണപ്പെട്ടു. ആ മരണപ്പെട്ട കുഞ്ഞിനെ നേരെ കുളിപ്പിച്ച് പൊതിഞ്ഞ് ഒരു ഭാഗത്തേക്ക് കയറ്റി വെച്ച് അവര് നല്ല കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ കാത്തിക്കാണ് ഭർത്താവിന്. ബാക്കിയൊക്കെ അറിയാം. ഭർത്താവ് വന്നു. ഭർത്താവ് നല്ല വിശപ്പുണ്ട്, ഭക്ഷണം കൊടുത്തു. അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന സുന്ദരിയായ ഉമ്മു സുലൈമിൽ അദ്ദേഹത്തിന് ആകർഷണീയ തോന്നി. കാരണം ഭാര്യയാണല്ലോ. അവര് തമ്മില് വൈകാരികമായ ബന്ധത്തിലേർപ്പെട്ടു. ജിമാ അല്ലെങ്കിൽ ബൗദ്ധാണ്. എല്ലാം കഴിഞ്ഞിട്ട് മുസ്ലിം സിമ്പിളായിട്ട് സൗമ്യമായി ലളിതമായി ഭർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഒരാളുടെ കാര്യം ഏൽപ്പിച്ചു, അത് തിരിച്ചു കൊടുക്കാനുള്ള സമയമായാൽ അയാൾ ചോദിച്ചാൽ കൊടുക്കണ്ടേ? എങ്കിൽ നമ്മുടെ കുഞ്ഞിനെ അല്ലാഹു തആല തിരിച്ചെടുത്തിരിക്കുന്നു. ആ കുഞ്ഞ് മരിച്ചിടത്തും മുസ്ലിം അനുഭവിച്ചൊരു മാനസിക സംതൃപ്തി, ഈമാനിന്റെ, തൗഹീദിന്റെ, ഇബാദത്തിന്റെ, ഹിദായത്തിന്റെ ഒരു മനസ്സംതൃപ്തി. ഇത് നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. നമ്മൾ ചെയ്യുന്നു, കുറെ പറയുന്നു, കുറെ ഓതുന്നു. പക്ഷേ ഖുർആൻ ഓതുമ്പോഴും ദിക്ർ ചൊല്ലുമ്പോഴും സ്വലാത്ത് ചൊല്ലുമ്പോഴും നിസ്കരിക്കുമ്പോഴും രാത്രി സുന്നത്ത് നിസ്കരിക്കുമ്പോഴും അള്ളാഹുവിലേക്ക് കൈയുയർത്തിയിട്ട് കരയുമ്പോഴൊക്കെ ഇവർക്ക് അനുഭവിച്ച മനസ്സംതൃപ്തി നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്.
അതാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ആരാധനകളിൽ ഈ മനസ്സംതൃപ്തി ലഭിക്കുന്നുണ്ടോ? നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലും? അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവത്തോട് പറഞ്ഞത്, അജബൻ ലി അംരിൽ മുഅ്മിനിൻ, അജബൻ ലി അംരിൽ മുഅ്മിൻ. ഒരു വിശ്വാസിയുടെ കാര്യങ്ങൾ എത്ര അത്ഭുതകരമാണ്. അയാൾക്കൊരു നന്മ വന്നാൽ അതിന് അയാൾക്ക് അള്ളാഹുവിന് ശുക്ർ കാണിക്കും, അതായത് ഖൈറാൻ. ഇൻ അസാബതുഹു ദറാഉ സബറ ഫകാന ഖൈറൻ ലഹും. അവനൊരു പ്രയാസം ബാധിച്ചാലും അവൻ ക്ഷമിക്കും, അപ്പോൾ അതും അവന് നന്മയാകും. ഖൈർ വന്നാലും ശർറ് വന്നാലും ഇടറാത്ത, പതറാത്ത, ചാഞ്ചാട്ടമില്ലാത്ത, ഒരു മാറ്റവുമില്ലാതെ ഉറച്ചു നിൽക്കുന്ന ഒരു ഖൽബ്, ഈമാനിനാൽ പരിവപ്പെടുത്തിയ ഒരു ഖൽബ്. അത്തരം ഖൽബിന് മാത്രമേ ഇതുണ്ടാവുള്ളൂ. ഇബാദത്തുകളിൽ മനസ്സംതൃപ്തി ഉണ്ടാവും. ഞാൻ സൂചിപ്പിക്കണത്, ഇപ്പൊ നമ്മളിന്ന് നോമ്പ് കുറഞ്ഞ ദിവസമല്ലായിട്ടുള്ളൂ. ഈ നോമ്പിൽ പോലും നമുക്ക് ഇങ്ങനത്തെ ഒരു കുളിരി കിട്ടുന്നു. ഈ നോമ്പ് വഴി വരാനിരിക്കുന്ന ലോകത്തിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുന്ന അമലുകളിൽ നമുക്ക് ഇങ്ങനെ കുളിരുണ്ടോ, മനസ്സംതൃപ്തി ഉണ്ടോ, നമ്മളൊന്ന് പുനരാലോചിക്കണം. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. മൂന്നാമത്തത് അല്ലാമത്തു സഅദി റഹ്മഹുല്ലാഹ് മൂന്നാമതായി ഹൃദയവിശാലം നൽകപ്പെട്ടവന്റെ അടയാളമായി പറഞ്ഞത് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളിൽ ഉൾക്കാഴ്ച ഉണ്ടാവുകയും ചെയ്യുന്നു. എന്തിനോട് നിസ്കരിക്കാൻ പറഞ്ഞു? എന്തിനോട് നോമ്പൊൽക്കാൻ പറഞ്ഞു? എന്തിനാണ് എന്നോട് ഇബാദത്തുകൾ കൊണ്ട് കൽപ്പിച്ചത്? ശരിയാണ് പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ ലക്ഷ്യം ഇബാദത്ത് മാത്രമാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം ഇബാദത്ത് മാത്രമാണ്. ഞാൻ പറഞ്ഞല്ല, അല്ലാഹുവിന്റെ ആയത്തില്ലേ എന്ത്? وما خلقت الجن والإنس إلا ليعبدون. ഇമാം മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇല്ലാ ലിയഅബുദൂൻ എന്നതിന് തഫ്സീർ നൽകിയത് ഐ ഇല്ലാ ലിയുവഹിദൂൻ, അവന്റെ വഹ്ദാനിയ്യ, ഏകത്വം, റുബൂബിയത്തും ഉലൂഹിയത്തും അസ്മാഇ വസിഫാത്തിലും ഒരുപോലെ അവന് ശിർക്ക് വെക്കാതെ അവനെ മാത്രം ഇബാദത്ത് എടുക്കുന്നതിന് വേണ്ടിയാണ് ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചത്. അല്ലാതെ പരസ്പരം ഇബാദത്ത് എടുക്കാനല്ല. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ടല്ല അഖീദ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു. ഒറ്റ ലക്ഷ്യമുള്ളൂ, കച്ചവടക്കാരനാകാനല്ല. കൃഷിക്കാരൻ, പണക്കാരൻ, പണിക്കാരൻ, ജോലിക്കാരൻ, വീട്ടുകാരൻ, വാഹനം ഓടിക്കുന്നവൻ, കടയുടമ, ഇങ്ങനെ ഏതെങ്കിലും ഒരു തസ്തികകളിലൂടെ, ഏതെങ്കിലും കേവലം ചില പ്രവർത്തികളിലൂടെ മുന്നോട്ട് പോകാനല്ല എന്നെയും നിങ്ങൾ സൃഷ്ടിച്ചത്. വീടുണ്ടായാലും ഇല്ലെങ്കിലും ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു. കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു. അതിൽ മക്കളുണ്ടായാലും ഇല്ലെങ്കിലും ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു. ഏതേത് പ്രവർത്തനങ്ങൾ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും എന്നിലും നിങ്ങളിലും മരണത്തിനും ഉണ്ടാകേണ്ടത് ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു. ഇതിനെ കുറിച്ച് ഉൾക്കാഴ്ചയുള്ള ഒരാളാണ് അയാൾ. എന്നെ എന്തിനാ അള്ളാഹ് അങ്ങോട്ട് പഠിച്ചതെന്ന് റൂഹ് തൊണ്ടക്കുഴിന്ന് മോണ വരെയും കൃത്യമായിട്ടുള്ള ലക്ഷ്യമോന്നുള്ള ഒരാളാണ് അയാൾ. അയാളെ കൽബിന് അള്ളാഹു വിശാലത നൽകുക. അതിനാൽ പ്രിയമുള്ളവരെ, ഇബാദത്തായി പഠിപ്പിക്കപ്പെട്ടതെല്ലാം ഇല്ല, ലക്ഷ്യതാണല്ലോ, അത് നന്മക്ക് വേണ്ടിയുള്ളത് മാത്രം. നമ്മളോട് അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പള്ളിക്ക് അങ്ങോട്ട് കേറുമ്പോ നിങ്ങൾ ഇന്നത് പറഞ്ഞിട്ട് കേറണേന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഔപചാരികതക്ക് വേണ്ടിയല്ല, ഒരിക്കലുമല്ല. അതിന്റെ പരലോകത്തിന് വേണ്ടി. നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതുന്നത് ഒരു ഔപചാരികതക്ക് വേണ്ടിയല്ല. അദ്കാറുകൾ ചൊല്ലുന്നത് ഔപചാരികതക്ക് വേണ്ടിയല്ല. റവാത്തിബുകൾ നിസ്കരിക്കുന്നത് ഔപചാരികതക്ക് വേണ്ടിയല്ല. ഓരോന്നിലും പഠിപ്പിക്കപ്പെട്ടതിലല്ല. കിതാബിലും സുന്നത്തിലും എന്തൊക്കെയാണോ ദീനായി ശറഅയി പഠിപ്പിക്കപ്പെട്ടത് അതിനൊക്കെ ഉൾക്കാഴ്ചയുള്ളവരാണ്. എന്തിനെന്റെ റബ്ബിനോട് ഇങ്ങനെ പറഞ്ഞു? എന്തിനാണ് ഇൽമിന്റെ മജ്ലിസ്? എന്തിനാണ് ഞാൻ ഖുർആൻ പഠിക്കുന്നത്? എന്തിനാ സുന്നത്തിനെ ഞാൻ ഹയാത്താക്കുന്നത്? എന്തിനാ സലഫു സ്വാലിഹീങ്ങളുടെ സച്ചരിതങ്ങളെ മനഃപ്പാഠമാക്കുന്നതും അത് ജീവിതത്തിന്റെ മാർഗമാക്കുന്നതും? ഓരോന്നിനും കൃത്യമായ ലക്ഷ്യമുണ്ട്. എന്തിനാണത്? എന്നെ കൊണ്ട് പറഞ്ഞതിന്റെ ലക്ഷ്യത്തിനാണ് വിശിഷ്യ തൗഹീദ്. ഞാനും അല്ലെ നമ്മളും ഈ പുറത്ത് നമ്മളല്ലാത്ത പലരും വേറിട്ട് നിൽക്കുന്ന അനേകം പ്രത്യേകതകൾ ഒന്നും തൗഹീദാണ്. നമ്മളൊന്ന് അനുസരിച്ച് കാസർഗോഡ്
ഒരു വലിയ പ്രദേശത്ത് 1 ലക്ഷോ 1.5 ലക്ഷോ അല്ലെങ്കിൽ 10 ലക്ഷം ഒക്കെ ആളുകൾ പങ്കെടുക്കുന്നു എന്ന രീതിയിൽ വലിയൊരു മജ്‌ലിസ് ഉണ്ടാക്കിയിട്ട് അത്രയും വലിയ പണം ചെലവാക്കി സമയം ചെലവാക്കി എല്ലാം കളഞ്ഞിട്ട് അവസാനം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, എന്താ? അള്ളാന്റെ കിതാബിലും സുന്നത്തിലും അഹ്ലുസുന്നത്തിലും പരിചയത്തിലും വാക്ക് അൽ അർവാഹുൽ മുഖദ്ദസ. ഈ സദസ്സിൽ എല്ലാം പൊളിഞ്ഞു, ഒറ്റ വാക്കുകൂടി. നിങ്ങൾ മനസ്സിലാക്കി, അവന് പോലും വായിക്കുന്ന അഹ്ലുസുന്നത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഇമാം ശാഫിഈയുടെ മദ്ഹബിൽ ഉസൂലിന്റെ ഗ്രന്ഥങ്ങളിൽ പോലും പഠിപ്പിക്കപ്പെടാത്ത, ശരിയാണ്, ഒരു വാക്ക് പറഞ്ഞ കറക്റ്റാണ്, മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും, അത് ശരിയാണ്, കറക്റ്റാണ്, അൽഹംദുലില്ലാ. ചവടം തോന്നി നമുക്ക് ഡൗട്ടാണ്, കാരണം ചെറുക്കിന്റെ വേദിയാണ്. ഇത്രയും ഇത്രയും വലിയൊരു വിഷയം എന്താണ്? തൗഹീദാണ്. തൗഹീദ് തൗഹീദ് തൗഹീദ്. ഒരു ആയത്തിലാണ് അല്ലാഹു തആല ഈ രണ്ട് കാര്യം ഒരുമിച്ച് ഒറ്റ ആയത്തിൽ. നിങ്ങൾ വേറെ പോകേണ്ട ആവശ്യമില്ല. ബാക്കിയൊക്കെ മുതൽ തൗഹീദ് ഉണ്ടാവും, അല്ലെങ്കിൽ ശിർക്ക് ഉണ്ടാവും. ഇത് രണ്ടും കൂടി ഒരു ആയത്തില് 4-ാം അധ്യായം സൂറത്തുൽ നിസാ 36-ാമത്തെ 36, 4-ന്റെ 36 ഓർത്തൊക്കെ അതായത് وَاعْبُدُوا اللَّهَ وَلَا تُشْرِكُوا بِهِ شَيْئًا. وَاعْبُدُوا اللَّهَ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും وَلَا تُشْرِكُوا بِهِ شَيْئًا, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക. ഓക്കെ, അടിസ്ഥാന വിഷയം. ഈ വിഷയത്തെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുള്ളവരാണ് ആര്? ഈ ഹൃദയ വിശാലത ലഭിച്ചവരാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും, എന്തിനപ്പത് നമ്മൾ ഈ പള്ളി ഉണ്ടാക്കുന്ന കാലഘട്ടം മുതൽ ഈ പള്ളി പുതുക്കി പണിയുന്നതിന് മുമ്പ് എത്രയോ പഴക്കമുണ്ട് മാഷാ അല്ലാഹ് ഈ പള്ളിക്ക്. അല്ലാഹു തആല കാലഘട്ടം മുതൽ ഇതിനെ കൊണ്ടുവരുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു ഖൈറും ബറക്കത്തും മഗ്ഫിറത്തും റഹ്മത്തും എല്ലാ അർത്ഥത്തിലും സ്വർഗ്ഗത്തിന്റെ ഉന്നതങ്ങളൊക്കെ അവർക്ക് നൽകുവാനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അന്ന് മുതൽ പറയാൻ തുടങ്ങിയല്ലേ, എന്തിനാ അങ്ങനെ പോണം? മനുഷ്യവർഗത്തിന്റെ തുടക്കം മുതലല്ല അതിന്റെ ചർച്ച, നൂഹ് നബിയുടെ കാലഘട്ടം മുതലല്ലേ ചർച്ച, അല്ലേ? എന്തുകൊണ്ടാണ് അത്ര വലിയ ചർച്ചയത്? എന്തുകൊണ്ടാണ് അത്ര വലിയ ചർച്ചയത്? നിങ്ങൾക്ക് ചിലപ്പോൾ ആലോചിക്കും, എന്തിനാ നമ്മളെല്ലാവരും വേദിയിൽ ഇപ്പൊ ഇതിങ്ങനെ പറയണത്? എന്നാൽ ഞങ്ങൾ ഒറ്റ കാര്യം പറയാം, അതൊന്നും പറയില്ല. മക്കത്ത് 13 കൊല്ലം ആട്ടും തുമ്പും ചവിട്ടും കുത്തും എല്ലോ ഏറ്റ്. കവിതയാണ്, സിഹറാണ്, കഹാനത്താണ്, അതുപോലെ അസാധ്യതകളിൽ പഴംപുരാണ ചർച്ചകളാണ് എന്നൊക്കെ പറഞ്ഞ് പരിശീലിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് 2 അഖബ ഉടമ്പടികൾക്ക് ശേഷം മദീനയെ ഏകദേശം ഒന്ന് പാകപ്പെടുത്തി അള്ളാഹിന്റെ മുൻ നിശ്ചയത്താൽ ഒളിച്ചോടിയതല്ല. അങ്ങനെ പോലൊക്കെ പറയും, ഹദീസിൽ അങ്ങനെയല്ല. അള്ള പറഞ്ഞതാണ് പോകാൻ, ആരെ കൂടെ വേണ്ട അതുപോലെ അള്ള തീരുമാനിച്ച. അബൂബക്കറാണ് കൂടെ പോകേണ്ടത്, അള്ള തീരുമാനിച്ച. കുറച്ച് വിശാലമായിട്ട് നമ്മൾ വായിച്ച മനസ്സിലാവും. അങ്ങനെ പോയിട്ട് മദീനത്തെത്തി ബദറും വഹദൊക്കെ ഉണ്ടാക്കുക, എല്ലാം നടക്കുക. അതിന്റെ ഇടയിൽ 45-ാം അധ്യായം സൂറത്ത് ജാഥിയ ഒരു ആയത്തുള്ള പഠിപ്പിക്കും. സൂറത്ത് മുഹമ്മദ് 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദില് അള്ളാഹ് മുഹമ്മദ് നബിന്റെ പേരിട്ടിട്ടുള്ള സൂറത്തില് മുഹമ്മദ് നബി പഠിപ്പിക്കണം. ഇത് എല്ലാ തൗഹീദിന് വേണ്ടി ത്യജിച്ചിട്ട് നാട് വിട്ടുപോയ നബിനോട് മദീനത്ത് എന്നിട്ട് ഒരു ഇസ്ലാമിക രാജ്യക്കായി ഒക്കെ സെറ്റപ്പായി വന്ന നബിനോട് അള്ളാഹ് പറയാണ്, فاعلم أنه لا إله إلا الله. ഇല്ല പ്രിയമുള്ളവരെ, അത് നിർത്താൻ കഴിയില്ല. കാരണം നിർത്താൻ കഴിയില്ല എന്ന് പറയും. റൂഹ് തൊണ്ടക്കുഴിയിലും പോണ നേരത്തും ഒരു മനുഷ്യൻ പറയേണ്ട വാക്കല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തിന്? കുളിപ്പിച്ച് കഫപ്പട വെച്ചിട്ട് അവസാനം പൊതിഞ്ഞ് പള്ളി കൊണ്ടുവന്ന് മയ്യത്ത് സ്കരിച്ച് കബറ് മാന്തി അതിലേക്ക് ഇറക്കി വെച്ചിട്ട് മീസാങ്കല്ല് കുത്തി. എന്നിട്ട് മീസാങ്കല്ല് കുത്തിയിട്ട് നമ്മൾ പോരില്ലേ? ഒരു എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, പണ്ട് ഒരു ചെറിയ കുട്ടികളൊക്കെ കുട്ടിയായിരിക്കുന്ന കാലത്ത് കുറച്ചു മുമ്പ് കുട്ടികളെ പാടി പാട്ടിക്ക് ഓർമ്മയുള്ളത്, കൂടെ കൂടെയുള്ളോരെല്ലാം മൂടു കല്ലു വെച്ചു പിരിഞ്ഞു പോയാൽ ആരും തുണയില്ലാതായാൽ. എവിടെ? ഖബറിൽ. അങ്ങനെ കൃത്യമായ ഒരു വരിയാണ്, മനസ്സിൽ നിന്നും സ്പർശിച്ചൊരു വരിയാണ്. ആരുമില്ല, ആ ഖബർസ്ഥാൻ ഒറ്റക്കാണ്. ചെരുപ്പിന്റെ കാലടി ശബ്ദം അകന്നു പോകുന്നിടത്ത് 2 മലക്കുകൾ വരികയാണ് എഴുന്നേൽപ്പിച്ചിരുത്താൻ. ഖബറിന് ചോദിക്കണം ഒന്നാമത്തെ ചോദ്യം പറയും, എന്താ?
നിങ്ങളിൽ നിന്ന് വേറിട്ടെടുത്തുന്ന വിഷയം തൗഹീദാണ്. ആദ്യത്തെ ചോദ്യം മൻ റബ്ബുക. തൗഹീദാണ്. സബറുടെ ചോദ്യം പോലും തൗഹീദാണ്. ഇതിനെക്കുറിച്ച് ഉൾക്കാഴ്ചയുള്ളവരാണ് അള്ളാഹിന്റെ നിർദ്ദേശങ്ങളെ കുറിച്ച്. അത് അഖീദയാകട്ടെ, മൻഹജാകട്ടെ, ഇബാദത്തുകളാകട്ടെ, ഉസൂലുകളാകട്ടെ, എല്ലാം ഏതായാലും കൃത്യമായ കാഴ്ചപ്പാടുകൾ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അതിനായി ഇബാദത്തുകളൊക്കെ നമ്മൾ കഴിയുന്നത്ര നേടിയെടുക്കണം. അതിനായി പഠിപ്പിക്കപ്പെട്ട സമയങ്ങളിൽ, മാസങ്ങളിൽ, കാലങ്ങളൊക്കെ പ്രത്യേകം. അപ്പൊ ശരിക്കും റമദാൻ വരുമ്പോൾ ഒരു ഉൾക്കാഴ്ച ഉണ്ടാകും. പിന്നെ ഈ റമദാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്ഷീണിച്ചും കുഴങ്ങിയും താങ്ങിയും കുറെ ഭക്ഷണത്തിലും കുറെ വെള്ളത്തിലും കുറെ ക്ഷീണത്തിലും കഴിഞ്ഞു പോകാനല്ല. കൃത്യം കാഴ്ചപ്പാടുണ്ട്. ഹജ്ജ് മാസം വന്നാൽ കാഴ്ചപ്പാടുണ്ട്. വെള്ളിയാഴ്ച വന്നാൽ കാഴ്ചപ്പാടുണ്ട്. 24 മണിക്കൂറിനെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ടാകും ഒരു മുഅ്മിനിന്. ഇമാം സാഹിബ് റഹ്മത്തുള്ളാഹി വിശദീകരിച്ചത് ഞാൻ അതിലേക്ക് കൂടുതൽ പോകേണ്ട സമയം കുറവായിരുന്നു. കാരണം 2 ലോകത്ത് രക്ഷയാണ്. ശരി, 4ാമത്തെ കാര്യം എന്താണ്? 1, കൽപ്പനകൾ പാലിക്കുന്നു. 2, അത് മനസ്സംതൃപ്തിയോടുകൂടി പ്രവർത്തിക്കുന്നു. 3ാമത്തത് അതിനെക്കുറിച്ച് കൃത്യമായ ഉൾക്കാഴ്ച ഉണ്ടാകുന്നു. 4ാമത്തത് ആ ചെയ്യുന്ന കാര്യത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും. അതൊരു വലിയ വിഷയം. ഇപ്പൊ നമ്മളൊക്കെ നിസ്കരിച്ചാൽ ഒരു നന്മ പ്രവർത്തിക്കാനായതിൽ മനസ്സിന് വലിയ സന്തോഷമുണ്ടാകും. ഒരു തിന്മ ഉപേക്ഷിക്കാനായതിൽ ശരിക്കും ശ്രദ്ധിക്കണം. ഒരു നന്മ പ്രവർത്തിക്കാനായതിന് മനസ്സിന് വലിയ സന്തോഷമുണ്ടാകും. ഒരു തിന്മ ഉപേക്ഷിക്കാനായതിനും. കാരണം ഹദീത്തിൽ കാണാം ഒരു നന്മക്ക് തത്തുല്യമായ പ്രതിഫലം മുതൽ 10 ഇരട്ടി മുതൽ 700 ഇരട്ടി മുതൽ അതിനപ്പുറത്തേക്ക് അള്ളാഹ്ക്ക് മാത്രം അറിയാവുന്ന നന്മകൾ ഒരു നന്മക്ക് രേഖപ്പെടുത്തപ്പെടുന്ന നന്മകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സന്തോഷമാണ്. അപ്പൊ നിസ്കരിച്ചാൽ എന്താ വെച്ചാൽ ഇതേ നിസ്കാരം വീട്ടിൽ നിസ്കരിച്ചാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. പക്ഷെ ഇവിടെ നിസ്കരിച്ചാലുള്ള സന്തോഷം എന്താ? 27 ഇരട്ടി കിട്ടുന്നുള്ള സന്തോഷമാണ്. അത് മസ്ജിദുൽ ഹറമിലാവുമ്പോഴോ ലക്ഷക്കണക്കിന്, മസ്ജിദുൽ നബവിയിലാവുമ്പോഴോ ആയിരക്കണക്കിന്. ഒരു മയ്യത്ത് നിസ്കാരം കിട്ടിയത് അതിനനുഗമിച്ചിട്ട് അവിടെ പോയിട്ട് ഖബറടക്കിയിട്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് ഖിറാത്ത് വലിയ സന്തോഷം തോന്നുന്നതാണ്. കാരണം എന്താ അറിയും? നബി പറഞ്ഞൊരു ഹദീസിന്റെ ശറഹിൽ കാണാം നബി പറയണം മനുഷ്യർ 4 തരത്തിലും. അന്നാസു അർബഅത്തുൻ, അതുപോലെ മനുഷ്യർ 4 തരവും അവരുടെ കർമ്മങ്ങൾ 6 തരവുമാണ്. എന്നിട്ട് നബി ഇങ്ങനെ പറയാണ് 6 തരത്തിൽ 1ഉം 2ഉം ഏതായാലും മനുഷ്യർ പ്രവർത്തിക്കുന്ന 6 തരം കർമ്മങ്ങളിൽ 1ഉം 2ഉം മൂജിബത്താനി നിർബന്ധമാക്കുന്നവയാണ്. ഒന്നുകിൽ സ്വർഗം നിർബന്ധമാക്കുക, അത് തൗഹീദാണ്. അല്ലെങ്കിൽ നരകം നിർബന്ധമാക്കുന്നവ, അത് ശിർക്കാണ്. മൂജിബത്താൻ, ഞാൻ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ 1 സ്വർഗം നിർബന്ധമാക്കുന്നത് ഏതാണ്? എന്നിങ്ങളിൽ വേർതിരിച്ചൊരു കർമ്മമുണ്ട്. അതേതാണ്? അത് നമ്മുടെ മറ്റുള്ളവർ വേർതിരിച്ചൊരു കർമ്മം അത് സ്വർഗം നിർബന്ധമാക്കുന്നത്. നേരെ അതിനുള്ളതോ എന്താ? ശിർക്കാണ്. അതെന്താ? ഞാനെന്താ സാധാരണ ചിലപ്പോ ഈണത്തിന് പ്രസംഗമൊക്കെ ആയിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചത് വിചാരിക്കണം. അതിൽ ഈ ഈണം കൂടി ആയാൽ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഉറക്കം വരുന്ന സമയമാണ്. ഞാൻ ഈ പറഞ്ഞൊന്നും ഉണ്ടാവില്ല. ശരി, ഇതൊക്കെ മൂജിബത്താനിയാണ്. ഇനിയോ മൂജിബത്താനി രണ്ടെണ്ണത്തിൽ 1 സ്വർഗം നിർബന്ധാക്കണം, അല്ലെങ്കിൽ നരക നിർബന്ധാക്കണം. 3ാമത്തെയും 4ാമത്തെയും കർമ്മം തത്തുല്യമായത്. അതായത് കർമ്മങ്ങൾക്ക് തുല്യമായ പ്രതിഫലം കിട്ടുന്നത്. ഒരു പ്രവർത്തനം ചെയ്താൽ തത്തുല്യമായത്, ഒരു നന്മ ചെയ്താൽ തത്തുല്യമായ നന്മ, ഒരു തിന്മ ഉപേക്ഷിച്ചാലും ഒരു നന്മ. നിങ്ങളെ മനസ്സിലേക്ക് ഒന്നും വേണ്ട, നമ്മളൊരു കർമ്മം ചെയ്യാൻ ഉദ്ദേശിച്ചു. ഈ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ അല്ലാഹുവിന്റെ തൗഫീഖിനാൽ ഒരുപാട് ഐച്ഛികമായ കർമ്മങ്ങൾ മനസ്സിലുള്ളവരായിരുന്നു നമ്മൾ. ഇന്നിതൊക്കെ ചെയ്യണം, ഇന്നിതൊക്കെ പ്രവർത്തിക്കണമെന്ന് നീയത്ത് വെച്ചിട്ട് റമദാനിലേക്ക് പ്രവേശിക്കാവൂ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെയുണ്ട്. ആ നീയത്തിൽപ്പെട്ടത് ഞാനൊക്കെ നീയത്ത് വെച്ചാൽ ഉറക്കോണോ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ നീയത്ത് വെച്ചാൽ വെച്ചെന്താ? അത് സാധിച്ചിട്ടില്ലെങ്കിലും ഒരു കർമ്മം ചെയ്ത പ്രതിഫലം അയാൾക്ക് ലഭിക്കുമെന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇതുപോലെ ഒരു തിന്മയിൽ നിന്ന് മാറി നിന്നാലോ, പലിശയുമായി ബന്ധപ്പെടാതിരുന്നാലോ, തെറി പറയാതിരുന്നാലോ, വൈബത്ത് കേൾക്കാനോ പറയാനോ പോകാതിരുന്നാലോ, കളവും ആരോപണങ്ങളും ആക്ഷേപങ്ങളും നാമിൽ വരാതിരുന്നാലോ, ഒരു നന്മ തിന്മ പ്രവർത്തിക്കാതിരുന്നാൽ ഒരു നന്മ, നന്മ പ്രവർത്തിച്ചാൽ ഒരു നന്മ. ഇനി നന്മ ഉദ്ദേശിച്ചു പ്രവർത്തിച്ചില്ല എന്നാൽ ഒരു നന്മ, പ്രവർത്തിക്കാനായില്ല എന്നാൽ ഒരു നന്മ. അതാണ് അഞ്ചാമത്തെ ഇനം, മനുഷ്യൻ ചെയ്യുന്ന 6 പ്രവൃത്തിയിൽ അഞ്ചാമത്തത് അതായത് 6 തരത്തിലുള്ള കർമ്മങ്ങളിൽ അഞ്ചാമത്തേത്, ഒരു കർമ്മത്തിന് 10 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുന്ന കർമ്മമാണത്. വിശിഷ്യ ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന്റെ തിലാവത്ത്. നമ്മളിന്ന് ഖുർആൻ ഓതിയവരാണ്, പല സമയം ഓതിക്കൊണ്ടിരിക്കുന്നവരാണ്, ഖുർആനില്ലെങ്കിൽ മൊബൈലിലേക്ക് നോക്കി ഓതുന്നവരാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്താണ് ഇതിന്റെ ഉദാഹരണം പറഞ്ഞത്? അലിഫ് ലാം മീം. ഇത് 3 അക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല. അലിഫ് ഒരു അക്ഷരം, ലാം ഒരു അക്ഷരം, മീം ഒരു അക്ഷരം. അലിഫിന് 10, ലാമിന് 10, മീമിന് 10. നിങ്ങളൊക്കെ സാധാരണ ഈ അടുത്തൊരു അലിഫും ലാമും അലിഫും റാബും അതുപോലെ പാട്ട് പോലെ ഉണ്ടാക്കുന്നു, അങ്ങനെ പാടി കൂലിത്തും ഒന്നും കിട്ടില്ല. അതേ അക്ഷരങ്ങൾ തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ, അതേ അക്ഷരങ്ങൾ, ആ കേവല അക്ഷരങ്ങൾ തന്നെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ. നമ്മൾ തുടങ്ങിയ 2ാമത്തെ അധ്യായമല്ലേ, അങ്ങനെ ഓതി അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. എന്താ അലിഫ് ലാം മീം, അല്ലെങ്കിൽ അലിഫ് ലാം റാ, എത്ര യാസീൻ, ഓരോ അക്ഷരങ്ങൾ. അതിനുശേഷം ഓതിപ്പോയത് അതിനൊക്കെ 10 വെച്ചാൽ പോയി. ഒരക്ഷരത്തിന് 10 പ്രതിഫലം. നിങ്ങളൊന്ന് അനുസരിച്ച് രാവിലെ മലയാള അല്ലെങ്കിൽ മാതൃഭൂമി, അല്ലെങ്കിൽ ഇനി എത്ര താല്പര്യക്കുറവുണ്ടെങ്കിലും ആദ്യം ഒന്നാലും ഇരുന്നോട്ടെ, കുഴപ്പമില്ല, നമ്മളാൾക്കാരാണല്ലോ എന്ന് വിചാരിച്ച് വായിച്ച് തള്ളിയില്ലേ ഒരു മുഴുവൻ 5 ദിവസത്തെ കൂലില്ല, സമയം പോയത് മാത്രം നഷ്ടം. നിങ്ങൾ വായിച്ചൊരു പുസ്തകം, ലോകത്ത് അറിയപ്പെട്ടൊരു പുസ്തകമാണ്. ഞാനൊരു കൗൺസിലറാണ്, അയാളുടെ മൗലാന ഹോസ്പിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിലെ വർക്ക് കണ്ട ആൾക്കാരെ ശുശ്രൂഷിക്കുന്ന കേരളത്തിന്റെ അധ്യാപകൻ കൂടി. ഞങ്ങളവിടൊക്കെ പഠിപ്പിക്കുന്ന ഒത്തിരി പുസ്തകം വായിക്കാൻ പറയുന്നത് ചില കൗൺസിലേഴ്സ് ഒക്കെ വന്ന ഭയങ്കര ഇതിലിങ്ങനെ വിളിച്ചു പറയും, ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട ഗ്രന്ഥം ഡേവിഡ് കാർണഗിയുടെ പുസ്തകത്തിന്റെ പേര് നമ്മളല്ലോ, ബെസ്റ്റ് സെല്ലർ, 20ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും നല്ല പുസ്തകം. നാട്ടിൽ പൊക്കെ വിളിച്ച പുറത്തുണ്ട്. എല്ലാരും നല്ല ഉയർത്തി അവരുടെയൊക്കെ കരിയർ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്നു. അവസാനം മൂപ്പരൊരു കയറപ്പരൻ അവസാനിപ്പിച്ചു. ബെസ്റ്റ് സെല്ലർ പുസ്തകം ഇതാണ് അവസ്ഥ. നിങ്ങൾ ആലോചിച്ചൊക്കെ ചരിത്രത്തിൽ എവിടെയെങ്കിലും അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയ, ഖുർആൻ വായിച്ച, ഖുർആൻ പഠിച്ച ആരെങ്കിലും ആത്മഹത്യകളുണ്ടോ? ഇല്ല. ആത്മഹത്യ രക്ഷപ്പെട്ടത് മാത്രമേ കേൾക്കുള്ളൂ. എന്റെ മോൻ പ്ലസ് കല്യാണം ഓതന ചിലപ്പോ വണ്ടിയില ഞാനോട് പറഞ്ഞ അറിവുകളും കേൾക്കും. അപ്പൊ ഞാനത് കുറച്ച് പഠിക്കണം, അത് അതപ്പത്തോടെ അറബിയപ്പുറത്ത് പഠിക്കട്ടെ. രാഷ്ട്രീയ പറഞ്ഞാണ് എന്ത് കുറച്ച് പ്രയാസമുണ്ട്, പഠിക്കാൻ പ്രയാസമുണ്ട്. എന്നെ കളിച്ചിട്ട് ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക് ഏത് കാലത്ത് സ്ട്രെസ് ഉണ്ടാവില്ല. കാരണം ഈ ഖുർആനിനെ എന്റെ ഹൃദയത്തിന്റെ വസന്തവും എന്റെ നെഞ്ചകത്തിന്റെ പ്രകാശവും എന്റെ ദുഃഖത്തെ നീക്കുന്നതും എന്റെ മനോവിന സ്ട്രെസ് അത് ഇല്ലാതാക്കുന്നതുമാക്കണം. ലോകത്ത് ഖുർആൻ പഠിച്ചിട്ട് ഒരാളും കുടുങ്ങിയിട്ടില്ല, രക്ഷപ്പെട്ടിട്ട് മാത്രം. വേറെ എന്ത് പഠിച്ചതും എപ്പോഴെങ്കിലും പ്രയാസപ്പെടുന്നു. ഞാൻ എന്തിനാണ് പറഞ്ഞാല്, ഓതിയാൽ വായിച്ചാൽ മെച്ചം കിട്ടുന്നത് അല്ലാഹുവിന്റെ കലാമ് മാത്രമാണ് പറയുന്നത്. ഒരു ഉദാഹരണം. 2ാമത്തെ ഉദാഹരണം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. പേര് കേട്ടാലും ചൊല്ലണം, അല്ലെങ്കിൽ ചൊല്ലണം. ചില ആൾക്കാർ പേര് കേട്ടാൽ മാത്രം ചൊല്ലാൻ പറ്റുന്ന, പേര് കേട്ടാൽ ചൊല്ലൽ നിർബന്ധമായി. വേറെ പ്രശ്നം അഹ്ലു സുന്നത്തിന് 2 വീക്ഷണമാണ്. അതിൽ ജുംഹൂറിന്റെ വീക്ഷണം, സലഫി ഉലമാക്കളൊക്കെ പഠിപ്പിച്ച വീക്ഷണം എന്താ പറയുക? ജുംഹൂറിന്റെ വീക്ഷണം വാജിബാണ്. പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലൽ വാജിബാണ്. ചില ആൾക്കാർ സ്വലാത്ത് ചൊല്ലുകയൊക്കെ ചെയ്യും, പക്ഷെ മനസ്സിലാണ് ചൊല്ലുക. നബി പറഞ്ഞത് നിയ്യത്തൊക്കെ അല്ല, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമൻ. മിനിമം അവനാന്റെ നഫ്സ് കേൾക്കണ പോലെ വിളിച്ചാലും. ഷെയ്ഖ് സൗദി അറേബ്യയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മുഹദ്ദിത്തുൽ മദീന എന്നറിയപ്പെടുന്ന ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ്, നമ്മളെല്ലാവരും അടിച്ചുവിട്ട കാണാം. ഇവരെ
കണ്ണാണല്ലോ ഷെയ്ഖ് ബിർവാസിനെ പോലെ ഒരാൾ കണ്ണാണല്ലോ 94 വയസ്സായി. ഏറ്റവും വലിയ ഹദീസ് ഉണ്ട്, ലോകത്തിന് അറിയുന്ന ഹദീസുണ്ട്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളൊന്നും സലഫുലമാക്കട്ടെ സ്വലാത്തിനെ കുറിച്ച്. ഖുറാഫികൾക്കും സൂഫികൾക്കല്ല, ഖുറാഫികൾക്കും സൂഫികൾക്കല്ല. ഒരു സ്വലാത്ത് വാർഷികങ്ങൾ നടത്തിയാലും വെട്ടിപ്പിരിവ് നടത്തിയാലും 21, 22, 23, 25 പാടത്തേക്ക് ഇറക്കിയാലും പുസ്തകങ്ങൾ മുഴുവൻ അഹ്ലുസുന്നത്തിന്റെ കയ്യിലാണ്, സലഫികളുടെ കയ്യിലാണ്. അദ്ദേഹത്തിന് പുസ്തകമുണ്ട്, എന്റെ കയ്യിൽ ധരിച്ചിട്ടുണ്ട്. അതിന് മലയാളത്തിലേക്കും കേരളത്തിലും ട്രാൻസ്ലേഷൻ ഒക്കെ ഉണ്ട്. നിങ്ങൾ കിട്ടാണെങ്കിൽ വായിക്കണം. ഇതിലൊക്കെ കിട്ടും, നമ്മളെ നെറ്റിലൊക്കെ അടിച്ചു കൊടുത്താൽ ഗൂഗിളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ പുസ്തകത്തിന്റെ ഒരുപാട് ഹദീസുകൾ വൈഫൈ കൊടുത്തത് സ്വഹീഹ്. അതിൽ സ്വഹീഹായതിന്റെ കാരണം അറിയാം. മൻ സല്ല അലൈഹി സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. നബിന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവൻ നിന്ദ്യനാണ്, പിശുക്കനാണ്, തൊലഞ്ഞു പോകട്ടെ. ഒരു ഹദീസിന്റെ റിവായത്ത് അറിയാം. ആ ഹദീസിന്റെ ലഫ്ള് മറന്നുകൊണ്ടതിന് അർത്ഥം പറയാണ്, അവൻ സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടെത്താത്തവനാണ്. നേരെ മറ്റൊരു റിപ്പോർട്ട് പറയും, അവൻ നരകത്തിലുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നവനാണ്. ഇത് സ്വലാത്ത് അല്ലാത്തവൻ. അവിടെ വെള്ളിയാഴ്ച പ്രത്യേകം, വ്യാഴാഴ്ച മഗ്‌രിബ് കഴിഞ്ഞ് വെള്ളിയാഴ്ച അസർ വരെ അല്ലെങ്കിൽ ഓബ് വരെ സ്വലാത്ത് പ്രത്യേകം സുന്നത്താണ്. എന്താ സ്വലാത്തിന്റെ കൂലി? ഒരു സ്വലാത്തിന്റെ 10. അതാണ് 10 പ്രതിഫലം. ഇനി മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എത്ര പ്രതിഫലം? 30 പ്രതിഫലം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 10, വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ 20, വബറകാതുഹു എന്ന് പറഞ്ഞാൽ 30. മടക്കിയാൽ അങ്ങനെ തന്നെയാണ്. ഒരു കർമ്മത്തിന് 10 ഇരട്ടി. ഇവിടെ മുഴുവൻ പറഞ്ഞ 30 ഇരട്ടി കൂലിയുണ്ട് എല്ലായിടത്തും. പള്ളിയിൽ കയറും, ഇറങ്ങുമ്പോ, റോട്ടിൽ ചെല്ലുമ്പോ, വീട്ടിൽ ചെന്ന അമ്മാനോട് വാപ്പനോട്, വേറെ പറയേണ്ട കുറെ കാര്യങ്ങൾ. ഉമ്മനോട് മാത്രം എപ്പോഴും ചെറുപ്പൊക്കെ സലാമരെ ദൂര അപകർഷണബോധമാണ്. ചെറു കുട്ടികളൊന്നുമില്ല. ലോകത്തെ ഏറ്റവും ഗമനാത്ത ശുദ്ധനായ സ്വർഗത്തിന്റെ ഒന്നാമൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികളെ അവിടെ കണ്ട സ്ഥലം പറയും, കുട്ടികളെ അവിടെ കണ്ട സ്ഥലം പറയും. ആ ഭയങ്കര നമ്മളെ ആൾക്കാർക്കൊക്കെ വെച്ചാൽ നമ്മളെ ആൾക്കാർ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചു? അങ്ങനെ നമ്മളെ ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര ബല, എന്തിനാ നമ്മളെ ബല പോലെ എന്ത് വില നമുക്കൊക്കെ കൂടിക്കൊണ്ടൊക്കെ. ശരി, വിനയം എളിമയൊക്കെ മക്കളോട് കാണിക്കുന്നതിന് ഭാഗമായി സലാം പറയാം. അതുപോലെ ഉമ്മാനോട് മക്കളോട് സലാം പറയാം, ഭാര്യ ഭർത്താവും സലാം പറയാം, പോലീസ് ചെല്ലുമ്പോ ഇറങ്ങി വരുമ്പോ ഒക്കെ സലാം പറയാം. എത്രയും കൂടി 30. അതാണ് അവര് വിഷയം. ഇനിയോ ആറാമത്തെ കാര്യം, അന്നൽ ഹസനത ഫീഹി തുദാഅഫു ഇലാ 700 ضعف. 6 തരത്തിലുള്ള കർമ്മങ്ങൾ. ആറാമത്തത്, ഒരു കർമ്മത്തിന് 700 ഇരട്ടി പ്രതിഫലം കിട്ടുന്നത്. ഉദാഹരണം പറഞ്ഞാൽ സ്വതക്ക, ഉദാഹരണം പറഞ്ഞാൽ റമദാനിലെ നോമ്പ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന്റെ കണക്ക്, ഒരു ധാന്യമണി, ആ ധാന്യമണിയിൽ നിന്ന് ഒരു എന്താ പറയാ, ഒരു നെൽച്ചെടി മുകളിലേക്ക് വന്നു, ഒരു നെൽച്ചെടി കയർന്നു വന്നു, അല്ലെങ്കിൽ വിത്തിൽ നിന്നൊന്ന് ഒരു ചെടി വളർന്നു. ആ ചെടിയിൽ 7 കതിരുകൾ, 7 കതിരിൽ 100 മണികൾ. ഓ, ഇത് രസമായിട്ട് അള്ളാഹു തആല ഉപമാനം. എന്ത് രസമായിട്ട് ഉപമാനം. ഒരു സൽക്കർമ്മത്തിന്, ഒരു സ്വതക്കക്ക് 700 ഇരട്ടി പ്രതിഫലം. 700 ഇരട്ടിയാണ്. മഹാനായ അത്വാ ബിൻ അബി റബാഹ് റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ്, സയ്യിദു താബിഈന, 30ലധികം സഹാബികൾ ദീൻ പഠിച്ച ആളാണ്. അദ്ദേഹം സൂറത്ത് അഹ്സാബിലെ ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്തി വസ്സാദിഖീന വസ്സാദിഖാത്തി എന്ന് പറഞ്ഞ ആയത്തിൽ സ്വതഖ കൊടുക്കുന്ന പുരുഷന്മാരും സ്വതഖ കൊടുക്കുന്ന സ്ത്രീകളും എന്നതിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നത് ബഹുവിയുടെ തഫ്സീറിൽ കാണാം. അദ്ദേഹം പറയണ, ഒരാഴ്ചയിൽ 1 ദിർഹം സ്വതക്ക നൽകുന്നവൻ ഈ ആയത്തിന്റെ പരിധിയിൽ തുടങ്ങും. 1 ദിർഹം 24, 25, 26. എനിക്ക് ദിർഹത്തിന് കാര്യം വലിയ ഐഡിയ. പിന്നെ റിയാല് കുറച്ചുകൂടി മനസ്സിലാവും, സൗകര്യം. എത്ര തരല്ലോ. ഒരാഴ്ചയിൽ 1 ദിർഹം കൊടുത്താൽ ഈ ആയത്തിന്റെ പട്ടികയിൽ പെടും. നമുക്ക് 22 കൊടുക്കാൻ പറ്റും ഒരാഴ്ച, ഇൻഷാ അല്ലാഹ്. അതിനപ്പുറം കൊടുക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ചൊക്കെ നമുക്ക് കിട്ടുന്ന വെച്ചിട്ട് അത് എത്ര 700 ഇരട്ടിയാണ് തിരിച്ചു കിട്ടണമെന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ നോമ്പ്, ഈ പറയുന്ന നമ്മള് റമദാനിൽ അനുഷ്ഠിക്കുന്ന നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹസനതു ബിഅശ്രി അംസാലിഹാ ഇലാ 700 ضعف. ചില റിപ്പോർട്ടിൽ അതിന്റെ എണ്ണം നിശ്ചയിച്ചിട്ടില്ല. അസ്സിയാമു ലീ വഅന അജ്സി ബിഹി. അല്ലാഹു സ്വകാര്യത വെക്കാൻ, അല്ലാഹു നിനക്ക് മാറ്റി വെക്കാൻ.
അതാണ് ഇമാം സഅദി മറ്റൊരു ആയത്തിന്റെ തഫ്സീർ പറഞ്ഞ് എത്രയോ ഇരട്ടിയായി അള്ളാഹു തആല അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന ഇരട്ടി പതിവ് നൽകുമെന്ന് അള്ളാഹു തആല നമ്മുടെ കർമ്മങ്ങൾക്ക് ഇരട്ടി പ്രദാനം ചെയ്യുന്നതാണ്. ശരി, പ്രിയമുള്ളവരെ, ഈ പറയപ്പെട്ട ഗുണങ്ങളുള്ള വിശ്വാസി, ഇമാം സഅദി പറഞ്ഞ ഈ 4 ഗുണങ്ങളുടെ വിശ്വാസി ശേഷം പറയപ്പെടുന്ന ഹൃദയം കടുത്തവനെ പോലെയാകുന്നു. എന്താ ശേഷം പറഞ്ഞത്? ഫവൈലുൽ ലിൽഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. എന്നാൽ അല്ലാഹുവിന്റെ ദിക്റിൽ നിന്നകന്ന് ഹൃദയങ്ങൾ കടുത്തുപോയവർക്കാകുന്നു നാശം. ഉലൈക ഫീ ളലാലിൻ മുബീൻ. അത്തരക്കാർ വ്യക്തമായ ദുർമാർഗത്തിലത്രേ. അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് ദിക്റിൽ നിന്ന് അകന്ന് ഹൃദയം കടുത്തുപോയവർക്ക് നാശം. മഹാനായ മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി. ശരിക്കും മാലിക് ബിൻ ദീനാറെ കുറിച്ച് 2 നമ്മുടെ നാട്ടിൽ വന്ന മാലിക് ബിൻ ദീനാർ, ഒരു സഹാബിന്റെ മാലിക് ബിൻ ദീനാർ പരിശോധിച്ചതാണ്. ഒരു സഹാബിന്റെ പേര് മാലിക് ബിൻ ദീനാർ. ഒന്നില്ലെങ്കിൽ അദ്ദേഹമാകാം, അല്ലെങ്കിൽ പിൽക്കാലത്ത് താബികളുടെ കൂട്ടത്തിൽ താബികളുടെ കൂട്ടത്തില് പല 12ഓളം തൊബഖകളുണ്ട്. ആ തൊബഖയിൽപ്പെട്ട ഏതൊരാളാണ് അല്ലാഹു അക്ബർ. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഒരടിമക്ക് ലഭിക്കുന്ന ശിക്ഷകളിൽ ഏറ്റവും വലിയ ശിക്ഷ തരുന്നത് ഹൃദയത്തിന്റെ കഠിനതയാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു വാക്കാണ്. ഇമാം ബഗവി ഉദ്ധരിക്കാൻ. അതുപോലെ അദ്ദേഹം പറഞ്ഞു, വമാ ഗദിബല്ലാഹു അസ്സ വജല്ല അലാ ഖൗമിൻ ഇല്ലാ നസഅ മിൻഹും റഹ്മ. ഒരു സമൂഹത്തോട് കോപിച്ചാൽ അവരിൽ നിന്ന് അല്ലാഹു കരുണ എടുത്തു കളയുന്ന. കാരണം അള്ളാഹുവിന്റെ ദിക്റിൽ നകന്ന് ഹൃദയം കഠിനമായവർക്ക് നാശം. ഈ ആയത്തിന്റെ ബാക്കി പറയുന്ന ഇമാം സഅദി പറയാണ്, കമൻ ലൈസ കദാലിക. നേരത്തെ പറഞ്ഞ അള്ളാഹു കൽപ്പിച്ചതിനനുസരിക്കുന്ന, അതിൽ തൃപ്തിപ്പെടുന്ന, അതിന് മനസ്സിന് സന്തോഷമുള്ള, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആ ആളെ കുറിച്ച് പറഞ്ഞത് 4 ഗുണങ്ങളുള്ള, അതിൽ ഉൾക്കാഴ്ചയുള്ള, അതിന് വിരുദ്ധമായ മറ്റൊരാളുണ്ട്. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് അകന്ന ഹൃദയങ്ങൾ കടുത്തുപോയവർക്കാണ് നാശം എന്ന് പറഞ്ഞല്ലോ. അതാരാണ്? അതായത് അള്ളാഹുവിന്റെ കിതാബിന് അവൻ വഴങ്ങിയില്ല. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവന് ചിന്തിപ്പിച്ചില്ല. അള്ളാഹുവിന്റെ ദിക്റുകൾ അവന്റെ മനസ്സിനെ ശാന്തമാക്കിയില്ല. തന്റെ റബ്ബിനെ അവൻ അവഗണിക്കുകയും അള്ളാഹുവല്ലാത്തവരിലേക്ക് അവൻ തിരിയുകയും ചെയ്തു. ഇവർക്കാണ് നാശം. ഇതാണ് ഏറ്റവും വലിയ തിന്മ. ഈ 4 കാര്യം ആദ്യം പറഞ്ഞു, ശേഷം സഅദി 4 കാര്യങ്ങൾ പറയാം. ഞാൻ പെട്ടെന്ന് പറഞ്ഞ അവസാനിപ്പിക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം, ലാ തലീനു ലികിതാബി. നമ്മളൊക്കെ കിതാബ് വായിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ കിതാബിന് അവൻ വഴങ്ങിയില്ല. അങ്ങനെ പറഞ്ഞാൽ എന്താ? അതായത് ഖുർആൻ അത് ഓതിയാലും വായിച്ചാലും കേട്ടാലും അതിന് ഉപദേശങ്ങൾ അവന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ല. അതവനെ യാതൊരു മാറ്റവും വരുത്തുന്നില്ല. ആയത്തങ്ങനെ കേൾക്കുന്നു, ഒരു മാറ്റവും ജീവിതത്തിൽ ഉണ്ടാക്കണില്ല. നിങ്ങൾ ആലോചിച്ച ഈ റമദാനിലെ പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? അള്ളാന്റെ ഖുർആനാണ്. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹ് പറഞ്ഞതാണ്, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ലൈലത്തുൽ ഖദറിന്റെ രാവിൽ അല്ലാഹു തആല റമദാൻ മാസത്തിലെ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചു എന്നാണ്. ഖുർആനിന്റെ വരവിനെ കുറിച്ച് പഠിച്ചതൊന്നും എനിക്കറിയില്ല. അത്ഭുതമാണ് ഖുർആന്റെ വരവ്. റഹ്മാനായ റബ്ബിങ്കിൽ നിന്ന് നസൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ ലോകയുടെ നേതാവ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വിശുദ്ധമായ മക്കയിൽ, വിശുദ്ധമായ അറബി ഭാഷയിൽ, ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. അത് ഏത് മാസത്തിൽ? വിശുദ്ധ റമദാനിലെ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ. എന്നിട്ടോ
ഈ ഖുർആൻ ആദ്യം കയ്യിൽ വെച്ചത് ആരാണ്? ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ സ്വർഗത്തിന്റെ അഹലുകാരായ സഹാബ. നിങ്ങൾ എപ്പോഴെങ്കിലും ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോഴേ മറിച്ചു നോക്കുമ്പോഴേ എന്റെ കയ്യിലുള്ളത് ആര് കൊണ്ടുവന്നതാ? അള്ളാഹ് തന്നതാണ്. ആരിലൂടെയാണ്? ജിബ്രീലിലൂടെയാണ്. ആരാതെടുത്ത്? മുഹമ്മദ് നബിയാണ്. എവിടെ ആദ്യം ഇറങ്ങിയത്? മക്കത്താണ്. ഇത് ഏത് മാസത്തിൽ ഇറങ്ങിയത്? റമദാനിലാണ്. അത് ഏത് ദിവസം? ലൈലത്തുൽ ഖദറിലാണ്. ഇത് ആദ്യം കയ്യിൽ വെച്ചതാര? അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലി വതൽഹ വസുബൈർ വസുബൈർ വസഈദ് വസഅദ്, ഇങ്ങനെ തുടങ്ങി ലക്ഷക്കണക്കിന് സ്വഹാബത്തിന്റെ കയ്യിൽ. അവർ കയ്യിൽ പിടിച്ച ഖുർആനാണ് നമ്മുടെ ഷെൽഫിൽ കാണുന്നത്, നമ്മുടെ മൊബൈലിലുള്ളത്. ദൈവത്തിന്റെ അഗാംഭീര്യത്തെ കുറിച്ച് കാണിച്ചിട്ടുണ്ടോ? അത് ശരിക്കും ആലോചിച്ചാൽ നമുക്ക് ഖുർആൻ മഹത്വം എത്തിക്കാൻ പറ്റും, ഖുർആൻ ആദരിക്കാൻ പറ്റും, ഖുർആന്റെ പുണ്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. പുസ്തകത്തെ കാലിലോട്ട് കിട്ടാൻ കുഴപ്പമില്ല. ചില ആൾക്കാരൊക്കെ പറയുന്നു, നിങ്ങൾ പൊതുവെ വഹാബികൾക്ക് തീരെ ബഹുമാനല്ല. അതെ, ഞാൻ നിങ്ങളെ പള്ളി ചേരുമ്പോൾ കാണാം കാലം നീട്ടിച്ച് മുസാഫ് അവിടെ ഉണ്ടാവും. ഓനോട് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും തൽക്കാലം തെറ്റിദ്ധരിപ്പിക്കാനത് മതിയില്ലേ? ഞാനൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് പണ്ട് കാലത്ത് ശേഷം പിന്നെ വലിയ വക്കാറേ രാവിലെ നടക്കുക. പക്ഷെ ഇവർക്ക് കയറിയ നമ്മൾ മനസ്സിലായി അങ്ങനെയല്ല. ഇതിന്റെ പ്രാക്ടിക്കൽ നമ്മൾ പ്രാധാന്യം കൊടുക്കണം. പ്രാക്ടിക്കൽ മാത്രമല്ല, തിയറിയുടെ നമ്മുടെ ഗുണമാണ്. ആളുകളുടെ മുന്നിൽ ആ റെസ്പെക്ട് നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ അതിന് മഹത്വം അതിന്റെ ആ ടെക്സ്റ്റിനുണ്ട്, ആ പുസ്തകത്തിനുണ്ട്, അതിനകത്തുള്ളതിനുണ്ട്. കാരണം എന്താ? അത് അള്ളാന്റെ കലാമാണ്, അള്ളാന്റെ സംസാരമാണ്. അതിനെന്റെ മഹത്വം കൊടുക്കണമാണ്. പ്രിയമുള്ളവർ, ഈ ഖുർആൻ ഇവിടെ പറയുന്നത് വലാ തദീനു ബികിതാബിഹീന, ആ അള്ളാന്റെ കിതാബിനെ അവർ വഴങ്ങിയിട്ടില്ല. ഏത് കിതാബിന്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ അവർ വഴങ്ങിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് നബി പറഞ്ഞത്? ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. ഈ ഗ്രന്ഥം മുഖേന അള്ളാഹു ചില സമൂഹങ്ങളെ ഉയർത്തുകയും മറ്റു ചിലരെ താഴ്ത്തുകയും ചെയ്യും. അപ്പൊ ഈ ഖുർആൻ കൊണ്ട് ചിലർ ഉയരും, ഈ ഖുർആൻ കൊണ്ട് പലരും താഴും. അത് വല്ലാത്തൊരു പരീക്ഷണമാണ്. നിങ്ങൾ ആലോചിക്കൂ, വിശുദ്ധ ഖുർആനിനോട് നമുക്ക് കാണിക്കേണ്ട മര്യാദയും ഇപ്പോൾ ഖുർആനുമായി നമ്മുടെ അവസ്ഥയും തമ്മിൽ എന്താ വ്യത്യാസം? വലിയ വ്യത്യാസമുണ്ട്. പാരായണത്തിലും പഠനത്തിലും പോലും പലരും അതിനെ അവഗണിച്ചിട്ടുണ്ട്. മനഃപ്പാഠമാക്കുന്നതിലും ഓതുന്നതിലും പലരും അശ്രദ്ധയിലാണ്. അതിനെപ്പറ്റി ചിന്തിക്കുന്നതിലും അതിലുള്ളതിനെ പറ്റി പ്രവർത്തിക്കുന്നതിലും പലപ്പോഴും അശ്രദ്ധയിലാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ആസ്വാദനം കണ്ടെത്തുകയും ആ വിശുദ്ധ ഖുർആനിൽ മുഴുകുകയും ചെയ്യുന്നതിന് പകരമായി മറ്റു പലതിലും സുഖം കണ്ടെത്തുന്നവരുണ്ട്. സംഗീതത്തിന്റെ ലോകത്ത്, രസങ്ങളുടെ ലോകത്ത്, പല കലകളുടെയും ലോകത്ത് ഹരം കണ്ടെത്തുന്നവരുണ്ട്. അള്ളാഹുവിന്റെ കിതാബിലാണ് മാധുര്യം കണ്ടെത്തേണ്ടത്. അള്ളാന്റെ കിതാബ് എന്നാണ് മനസ്സിന് കുളിർമ കിട്ടേണ്ടത്. അള്ളാന്റെ കിതാബിലാണ്, കിതാബ് കൊണ്ടാണ് മനസ്സ് ശാന്തമാകേണ്ടത്. പലപ്പോഴും നമുക്ക് സാധിക്കണില്ല. ഇനി ഒരാൾ ഖുർആൻ ഓതിയാൽ തന്നെ എന്താ അവസ്ഥ? പലരും ഓതാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അതിന്റെ പദങ്ങൾ പോലും കൃത്യമായി ഉച്ചരിക്കാൻ കഴിയില്ല. 40 കൊല്ലമായിട്ട് മുമ്പ് തൗഹീദുണ്ട്, പക്ഷെ എപ്പോഴും ശരിക്കും ഖുർആൻ ഓതാൻ അറിയില്ല. ഒരിക്കലും വിമർശിക്കല്ലോ, അങ്ങനെ കരുതരുത്. നല്ല അപകടമാണത്, വലിയ അപകടമാണ്. അതിന്റെ ആശയങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാനോ ഉദ്ദേശങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല. അപകടമാണത്. പ്രിയമുള്ളവരെ ആലോചിപ്പിൻ. കരഞ്ഞവർ കരയുകയും ഭയഭക്തി കാണിച്ചവർ ഭയഭക്തി കാണിക്കുകയും അത്തരം ഉണ്ടായ അത്തരം ആയത്തുകളിലൂടെ കടന്നു പോകുന്നിടത്ത് നമ്മുടെ സ്ഥിതി എന്താ? നമ്മുടെ സ്ഥിതി എന്താ? ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ. ഒരായത്ത് ഞാൻ ഓതുക. മഹാനായ ഉമർ ഖത്താബ് കേട്ടു. അത് കേട്ടിട്ട് അജബായി, കുറച്ചേരം ബേജാറായി. കുറെ നേരം മുപ്പര് തോടുമ്പോൾ കഴിച്ചായിരുന്നു, ഒരു ഭാഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു മാസക്കാലമാണ് മുപ്പര് പുറത്തുവിട്ടത്. ഒരു മാസം അന്വേഷിച്ചു എന്തേ സംഭവിച്ചെന്ന് വെച്ചു. ആ ഒരൊറ്റ ആയത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് രോഗബാധിതനായി ഒരു മാസക്കാലമാണ്. ആയത്ത് നമ്മളെ ഓതിപ്പോണം. എത്ര ആയത്തുകൾ ഓതിപ്പോണം? പലതും പൂർവികർ ഇസ്ലാമിലേക്ക് വന്ന ആയത്തുകൾ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിന് മാറ്റം ഉണ്ടാകുന്നില്ല. പൂർവികർ ഖലീഫ മൻസൂറിനെ കുറിച്ച് ചരിത്രത്തിൽ കാണാം.
വളരെ ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരായത്ത് കേൾക്കുകയും താഴെ ബോധരഹിതനായി വീഴുകയും 3 നാളുകൾക്ക് ശേഷം അതേ അവസ്ഥയിൽ മരണമടയുകയും ചെയ്തു. ആയത്തുകളുടെ സ്വാധീനമാണ് അത്. കൽബിലുണ്ടാക്കണ മാറ്റാണ്. നമുക്കെപ്പോഴും ആയത്തിൽ നിന്ന് കിട്ടേണ്ട സുഖം ആയത്തിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ കൽബിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇനി നിങ്ങളുടെ അഭിഷേക്ക് അള്ള പറഞ്ഞൊരു വാക്കത്തറിയും. ആ ഖുർആൻ വല്ല മലയിലാണ് അവതരിച്ചെങ്കിലോ? എന്താ വാക്ക്? لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. ഈ ഖുർആനിനെ നാം ഒരു പർവ്വതത്തിന്റെ മേൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ആ പർവ്വതം വിനീതമാവുകയും അള്ളാഹുവെ പറ്റിയുള്ള ഭയത്താൽ പൊട്ടിപ്പിളരുന്നതും നബിയെ താങ്കൾക്ക് കാണാമായിരുന്നു. ആ ഉദാഹരണങ്ങൾ നാം ജനങ്ങൾക്ക് വേണ്ടി വിവരിക്കുന്നു, അവർ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. പാറ എന്ന് പറയുന്ന ആ പർവ്വതത്തിന്റെ മീത് അവതരിച്ചാൽ പർവ്വതം പൊട്ടിപ്പോകുന്ന ദുർബലമായ നമ്മുടെ കൽബിലേക്ക് അത് വരുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ ഇത് വല്ലാത്ത ഉപമയാണ്. നമ്മുടെ ഹൃദയത്തിന് മൃദുലത കിട്ടണില്ലെങ്കിൽ, മനസ്സുകൾക്ക് ഭയഭക്തി ലഭിക്കണില്ലെങ്കിൽ, നമ്മുടെ കണ്ണുകൾ കണ്ണുനീര് പൊഴിക്കണില്ലെങ്കിൽ, നമ്മുടെ ഇങ്ങനെ ആവർത്തിച്ചു എത്ര ഉപദേശങ്ങൾ ആവർത്തിക്കപ്പെട്ടത്, എന്നിട്ടും അതിന്റെ ആശയം നമുക്ക് മനസ്സിലാകുന്നില്ല, അതിന്റെ ലക്ഷ്യം നമുക്ക് ഉൾക്കൊള്ളാനാകണില്ല, അതിന്റെ കാര്യം നമ്മൾ ബാധിക്കാത്തത് പോലെയാണെങ്കിൽ ഒന്നുകിൽ ഖുർആൻ നിനക്ക് സാക്ഷിയാകും, അല്ലെങ്കിൽ ഖുർആൻ നിനക്കെതിരെ സാക്ഷിയാകും. മുസ്തഫ സോറി ആഴ്ചക്ക് ഒന്ന് ചില ആൾക്കാർക്ക് ഓതാൻ മടി. ഓതിയാൽ തന്നെ ചില ആൾക്കാരുടെ അവസ്ഥ തന്നെ. ഞാൻ എപ്പോഴും ഉദാഹരണം പറയാൻ ആയത്ത് ഉപയോഗിക്കുന്നുണ്ട്, ഒന്നും തോന്നുന്നത്. നമുക്കൊക്കെ പരിചയമുള്ള ഒരു സൂറത്ത് യാസീൻ 36-ാമത്തെ. ചില ആൾക്കാർ ഇപ്പൊ എന്താ വെച്ചാല് സൂറത്ത് യാസീനെ മരിച്ചോടത്തോന്നി എന്ന് പറഞ്ഞ അവസാനത്തെ എന്താ പറയുക 35 ഒറ്റ ചാട്ടം 37. ഇനി ഓതിട്ട് അങ്ങനെ ഖുറാഫിയായാലും പഠിച്ചിട്ട് അങ്ങനെ വിചാരിക്കണ്ട. ആ സൂറത്തിന്റെ മഹത്വം, ആ സൂറത്തിന്റെ വലിയ ആശയങ്ങളുള്ള ഒരു സൂറത്താണ്. പക്ഷെ നമ്മുടെ ചില ആൾക്കാർ അതിനെ പ്രത്യേക വിശാമാരിമിന്റെ കൊടയും കൊണ്ട് സൃഷ്ടിച്ചു. കാരണം സമയമൊക്കെ മാറ്റി സുന്നത്തിന്റെ സ്ഥാനത്ത് ഇതത്തെ വെച്ചാണ്. ബക്കറയുടെ വയലിന്റെ ഗ്ലോബുണ്ട്. ബക്കറ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് ഇതിനെ കൊണ്ടുവച്ചു. അപ്പൊ ബക്കറ ആക്കിയിട്ട് ഐഡിയ എന്നല്ല, എവിടെ ഓതുന്നത് തന്നെ കേൾക്കത്തില്ല. പ്രത്യേകിച്ച് സഹറാബിയും സൂറത്ത് ബക്കറയും സൂറത്തും ആലുബാർ സഹറാബിയും. ശരി, നമ്മുടെ സുഹൃത്ത് യാസീൻ ഉദറിന്റെ നാട്ടുപുറത്ത് ചില നാടന്മാരൊക്കെ ഉദരട്ടാ തോന്നുന്നു. പഠിച്ചു എങ്ങനെ ഞാൻ ഇതിന് പറഞ്ഞ മനസ്സിലേക്ക് കൊടുക്കില്ല. യാസീൻ വൽഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. ഇവിടെ നമുക്ക് അവിടെ കലം കിട്ടി. കലം കൊടന്നൊക്കെ ഒതുക്കുവരുന്നത്. ശരിക്കും അന്വേഷിക്കാൻ ഊദ്യം കൂടെ തെറ്റല്ലേ? വളരെ അബദ്ധല്ലേ അത്? അതിലിപ്പോ എന്താണ്? യാസീൻ വൽഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. ഇന്നക ലമിനൽ മുർസലീൻ. അത് പോയിട്ടാണ് ഇന്നക ലമിനൽ മുർസലീൻ ആയത്. ഇന്നക ലമിന മുർസലീനാണ്. നമ്മളെങ്ങനെ ഊതാ? ഇന്ന, പിന്നെ ആ ക പറയേണ്ടത് കാ പതുക്കെ കൂട്ടും. അത് കലമിനൻ. ഒരു കുട്ടിനെ കടയൊക്കെ പറഞ്ഞ കഥ എന്ന് പറഞ്ഞു വായിച്ചപ്പോ ഉപ്പും മുളകും തീപ്പല്ലിന്നാണ്. ശരിക്കും എന്താ? ഉപ്പും മുളകും തീപ്പല്ലിന്ന് എഴുതി കൊടുത്തു അല്ലേ? അങ്ങനത്തെ വരാ അല്ലേ? ആലോചിച്ചൊക്കെ നമ്മൾ ഓത്തൊക്കെ പലതിന്റെ. അതുപോലെ അധിക ഇമാമിയുടെ ഓത്തുകൾ ശ്രദ്ധിച്ച കാണാം. എനിക്ക് തന്നെ ഒരാൾ തിരിച്ചു തന്നാണ് ഈ പറഞ്ഞ, എനിക്ക് തിരിച്ചു തന്നാണ്. പക്ഷെ ഞാൻ അങ്ങനെ ലക്ഷ്യം വെച്ചിട്ടില്ല ഊതും. പക്ഷെ അയാൾ പറഞ്ഞ എനിക്ക് അങ്ങനെ തോന്നിപ്പോയി. എന്നാലും ഞാൻ തിരിച്ചു തരാനില്ല. എന്തറിയോ? സാധാരണ നമ്മൾ ഊതുകൾ എടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ നമുക്ക് കാണാം അങ്ങനെ ഓതിയതായി സുക്കൂനാണ്, പിന്നെ യാക്ക് കസറാണ്. നേരെ മറിച്ച് ഐനിനും കസറായി യാക്കും കസറായി. ജലീയായ തെറ്റുകൾ ഹറാമാണ്. നമ്മൾ ഓതുന്ന കൂലിക്കാരാ. ഇപ്പൊ എന്താ കിട്ടല്? കുറ്റം. അപ്പൊ പിന്നെ നിങ്ങൾ നിരാശപ്പെടണ്ട.
അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ തപ്പി തടഞ്ഞ് പ്രയാസത്തോടെ ഓതുന്നവന് 2 പ്രതിഫലം സമാധാനം. അത് മരിച്ചോളം അതേ തപ്പി തടയാനല്ലേ പറഞ്ഞു. നമ്മൾ ഓത്ത് ശരിയാക്കേണ്ട വേണം. നമ്മൾ ഇമാമിനെയോ പള്ളിയിലത്തെ ഇമാമിനെയോ ആരെ വെച്ചാലും പറ്റില്ല. സുബഹിക്ക് ശേഷമോ മഗ്‌രിബിന് ശേഷമോ നിങ്ങൾ എല്ലാവരും ഇവിടെയുള്ള ആൾക്കാർ നാട്ടിലൊക്കെ ഇരുന്ന് സ്വകാര്യമായിട്ട് ഇപ്പൊ പരസ്യത്തിരിക്കാൻ വേണ്ടിയിട്ടേക്ക് നമ്മൾ ഇത്രയും പോകുന്നത് പോകാൻ തെറ്റിയ ആൾക്കാർ എന്താ ഒന്നും വിചാരിക്കാല്ല. നമ്മുടെ താലിബാണ് ഒരു കായികനുണ്ട്. അസൽസാബി ചെറുപ്പത്തിലേ പഠിക്കണം അറിവിന്റെ പകുതി എന്താ എനിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാവരും വിദ്യാർത്ഥികൾ താലിബിലുമായിട്ട് കണ്ടായി. ഷെയ്ഖ് ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദുൽ മുസ്ലിം മുതല് അദ്ദേഹമൊക്കെ ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കി 56-ാമത്തെ വയസ്സിലാണ്. ഈ അടുത്തൊരു ഈജിപ്ഷ്യൻ സ്ത്രീയുടെ സംഭവം ഉണ്ടായിരുന്നു. 83-86 വയസ്സുണ്ട്. അവർ ആദിൽക്കാണ് വല്യമ്മയായിട്ട് ഖുർആൻ ഹിഫ്ളാക്കി. വല്യമ്മയ്ക്കും മസരിയുടെ പ്രത്യേക തജീദ രീതിയിൽ ചെരിവൊക്കെ ഉണ്ടാവുന്നാലും ഇജാസി പ്രാർത്ഥന ചെറിയ വ്യത്യാസങ്ങളൊക്കെ തോന്നും നമുക്ക്. എന്നാലും മാഷാ അല്ലാഹ് ഭയങ്കര തജീദായിരിക്കും. അപ്പൊ അതിന് പ്രായം പ്രശ്നമല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കൂട്ടത്തിൽ ഇപ്പൊ 40-ന്റെ താഴെ 40 താഴെ നിങ്ങൾക്ക് ഓപ്ഷൻ. കാരണം അള്ളാന്റെ റസൂല് ഖുർആൻ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പൊ ഈ 40-ന്റെ മേലത്തുള്ളത് ശ്രദ്ധിച്ചാൽ മതി. താഴത്ത് കൊടുക്കാൻ എന്തായാലും പറയില്ല. മേലോട് ശ്രദ്ധിച്ചാൽ താഴത്ത് കൊടുക്കത്തുള്ളൂ. അള്ളാഹു തല സഹായിക്കുമാണ്. അപ്പൊ ഊതിയുള്ള അവസ്ഥയൊക്കെ നീ ഊതിയത്തെ ഒന്നും മനസ്സിലാവണില്ല. അത് മറ്റൊരു അപകടം. ശരിക്ക് ആ ഹദീസിന് തൊട്ട് ഒന്നുകൂടി കാണാം. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും ചെയ്യുന്ന ആളാണ്. എങ്ങനെ പഠിക്കല്? مع المعاني مع التفسير مع الترتيب مع التدبر. തഫ്സീറിനെ വായിച്ചാൽ അത്ഭുതപ്പെട്ടു. തജ്വീദോടുകൂടി പഠിക്കണം, അതിന്റെ ആശയങ്ങളോടുകൂടി പഠിക്കണം, അതിന്റെ തഫ്സീറോടുകൂടി പഠിക്കണം. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഒരു ഉദാഹരണം മാത്രം. നമ്മളൊക്കെ ഓതുന്ന കാര്യത്തിന് എന്താ അറിയോ? فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. എന്താ അർത്ഥം? അത് ഒരായിരം ഒന്ന് വിചാരിക്കും. ഒരു അണുമണി തൂക്കം എന്നൊക്കെ ഈ അണുവിനർത്ഥം കിട്ടിയത്. ഷറയിൽ അണു എന്നൊരു അർത്ഥമേ ഇല്ല. അമാനിയുടെ നസീറത്തൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് മാഷാ അല്ലാഹ് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ദർജ വർദ്ധിപ്പിച്ചു. ശരിക്കും ആലിം എന്നതൊക്കെ നല്ല തീഷ്ണമായ കാഴ്ചയാണ്, മൂർച്ചയുള്ള കാണാം. എല്ലാ തഫ്സീറുകളും ബഗവി, തൊബരി, ഖുർത്തുബി, ഇമാം ഇബ്നു കസീറിന്റെ തഫ്സീർ ഒക്കെ പഠിച്ചിരിക്കുന്നു. എന്താ ദറത്താണ്? ദറത്ത് എന്ന് പറഞ്ഞാൽ അന്നംലത്തു സഗീറ. എന്താണ് നംലത്തു സഗീറ? നമ്മൾ ഈ കാർപ്പറ്റ് കാണാൻ കണ്ണോട് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ മാത്രം പ്രയാസം ചെറിയ കുഞ്ഞിനുറുമ്പില്, അതിനാണ് ദർറത്ത് എന്ന് പറയുന്നത്. ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, ദർറത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും എന്താ അർത്ഥം വരിക? ഒരു ദർറത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനുറുമ്പിന്റെ എത്ര നന്മ ചെയ്താൽ അതവൻ കാണാം, ഒരു കുഞ്ഞിനുറുമ്പിന്റെ എത്ര തിന്മ ചെയ്താൽ അതവൻ കാണുന്ന ശരിക്കും അർത്ഥം. പക്ഷേ ഭാഷയിൽ ദർറത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ ഞാൻ ടോർച്ച് ഇട്ടിട്ട് അടിച്ചു നോക്കിയാല് ഇരുട്ടിന് ടോർച്ച് അടിച്ചാൽ ടോർച്ചിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു പൊടിയാണ്, ആ പൊടിക്കും ദർറത്ത് എന്ന് പറയാം. അപ്പൊ ഭാഷാർത്ഥം കൊണ്ടായിട്ട് മലയാള പരിഭാഷകളിലൊക്കെ കാണുന്ന ഒരു ചെറിയ സ്കൈല് അവരുടെ അശ്രദ്ധയില്ല. പക്ഷെ ഈ ഖുർആനിന്റെ ആശയം മറ്റൊരു എത്തിക്കാനുള്ള ആ ഒരു മാനസിക താല്പര്യത്തിലോ അങ്ങേറ്റത്തെ വേജാറിലൊക്കെ അങ്ങനെ എഴുതിയപ്പോ പോയതായിരിക്കും. ഒരു കുറ്റമൊന്നുമല്ല. മനുഷ്യരെ എനിക്ക് ഒരുപാട് അബദ്ധം പറഞ്ഞിട്ടുണ്ടാവും. ഒരാൾ തിരിച്ചു തരുമ്പോൾ മനസ്സിലാവും. ഞാൻ മനസ്സിൽ അവർ തഫ്സീറും കൂടി തന്നെ പഠിച്ചാൽ മാത്രമേ ഇതുണ്ടാവുള്ളൂ. ഖുർആൻ പഠനവും നേരെ മറിച്ച് നമ്മുടെ ശിഫാവും അത് ശമനമാകുന്നു, റഹ്മത്തും കാരുണ്യവുമാകുന്നു. മുഅ്മിനീങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ പോലുള്ളൂ. എന്താ ഈ ശമനം, എന്താ ഈ കാരുണ്യം, ഏതാണ് എന്ന് വേറിട്ട് പഠിക്കാനാവണം. അതിന് അധികം റിസ്ക് നോക്കണ്ട. നമ്മുടെ രാവിലെയോ വൈകുന്നേരത്തോ ഏതെങ്കിലും സമയത്ത് കുറച്ചു നേരം ഒരായത്തെങ്കിലും കൃത്യമായി പഠിക്കാൻ തയ്യാറായത് അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്, അള്ളാഹു സഹായിക്കുമാറാണ്. ശരി പഠിക്കുന്നത്. അപ്പോ രണ്ടാമത്തെ വിഷയമാണ് ഖുർആൻ പഠനമാണ്. അതിന്റെ അർത്ഥം അറിയണം. ഈ ഒന്ന് ഒരു ചെറിയ അബദ്ധം നമ്മൾ പറയുന്നത് ട്രാൻസ്ലേഷൻ എന്ന് പറയും. ബൈബിൾ ട്രാൻസ്ലേഷൻ, മറ്റേ ട്രാൻസ്ലേഷൻ ഒക്കെ കേട്ട് നമ്മൾ പറയുന്ന വാക്കാണ്. ശരിക്കും ഖുർആൻ ട്രാൻസ്ലേഷൻ ഉണ്ടാവില്ല. നിങ്ങള് ഉസൂൽ തഫ്സീർ പരിശോധിച്ചു.
പിന്നെ എന്താ പറയുന്നത്? തഖരീബൻ ലിമഅനാഹു എന്നാ പറയുന്നത്. തഖരീബൻ ലിമഅനാഹു, ആശയത്തോട് കൂടുതൽ യോജിക്കുന്ന ഒരു അർത്ഥം, ഒരു ആശയത്തോട്, ആ വാക്കിനോട് യോജിക്കുന്ന ഒരു വായന. അല്ലാതെ നേരെ അമ്മ പറഞ്ഞതിന് ട്രാൻസ്ലേഷൻ കൊടുക്കാൻ കഴിയില്ല. കാരണം അള്ളാന്റെ വാക്ക് മനുഷ്യന്മാരെ കണ്ടിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോ വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ എതിരാണത്? അല്ല. അതൊക്കെ രണ്ട് വിഷയം നമ്മൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ശരിക്കും ആശയവിവർത്തനം നമ്മുടെ പരിഭാഷയിലൊക്കെ കാണാലോ. മറ്റേ റഹ്മത്തുള്ളാഹി പ്രത്യേകിച്ച് ചെറിയ മുണ്ടത്തിന്റെയും ബർക്കൂർ ഒക്കെ അതിൽ കാണുമല്ലോ ആശയവിവർത്തനം. അതാണ് ശരി. ട്രാൻസ്ലേഷൻ നമ്മൾ പറയും. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കണം, കുറെ കാലങ്ങൾ ഉപയോഗിക്കണം അബദ്ധങ്ങളാണ്, വർത്തന കൃത്യമാണ്. അപ്പൊ ശരിക്കും അതിന്റെ ആശയം നമ്മൾ പഠിക്കണം, ആശയം മനസ്സിലാക്കണം. അതിനാണ് നമ്മൾ പ്രാഥമികമായിട്ട് തഫ്സീർ മുയസ്സർ, അല്ലെങ്കിൽ ഇമാം സഅദിന്റെ തഫ്സീർ, കുറച്ചുകൂടി നേരെ പോയാൽ ഇമാം ഇബ്നു കസീറിന്റെ തഹ്ദീബായ മറ്റേ മിസ്ബാഹുൽ മുനീർ, ഇങ്ങനെ ചിലതൊക്കെയാണ് നമ്മൾ തുലാബുകൾ പഠിക്കുക ആദ്യമായിട്ട്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും തന്നെ അവലംബിച്ച്, അല്ലെങ്കിൽ ജലാലൈനി ആയാലും കുഴപ്പമില്ല. ജലാലൈനിക്ക് സൗദി അറേബ്യയിലെ ഷെയ്ഖ് അബ്ദുൽ കരീം ഖുദൈറിനെ പോലുള്ള വലിയ സലഫി ഉലമാക്കളൊക്കെ അതിന് കൃത്യമായിട്ട് തഹ്‌ഖീഖ് കൊടുത്തിട്ട് അതിന് ശർഹ് നല്ല രസമായി സുഖം. എന്തായിട്ട് PDF കിട്ടും. അതാ ഇങ്ങനെ സാധനം കയ്യിലുണ്ടായാൽ മതി. നിങ്ങളൊക്കെ ഇങ്ങനെ സാധനം നമ്മുടെ കയ്യിൽ ഒരു ചെറിയ ടാബോ മൊബൈലോ എന്തായാലും പറ്റും. എന്റെ മൊബൈലിൽ തന്നെ കാണാം ഇഷ്ടംപോലെ സംഘങ്ങൾക്കൊക്കെ കിട്ടുന്നത്. എന്നെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ മൊബൈലിനകത്ത് തന്നെ എന്താണ് അതിൽ ബാഹ്യത്തിൽ കുറഞ്ഞ ഒരു സാധനം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഇതിനകത്ത് ഏകദേശം തഫ്സീറൊക്കെ കിട്ടും. നമ്മൾ ഏത് ആയത്ത് കൊടുക്കാം അതിന്റെ തഫ്സീർ, തൊബിരി, ഖുർത്തുബി, ഇബ്നു കസീർ, ബാബി എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഭാഷയിൽ 200 ചില ഭാഷയിലാണ് ഖുർആൻ ആശയം വർത്തനുള്ളത്. ഇംഗ്ലീഷിൽ തന്നെ ദാറുസുന്റെ പുറത്തിറക്കിയ പുറത്തിറക്കിയ ഇബ്നു കസീറിന്റെ തഫ്സീറുണ്ട്, ഇമാം സഅദിന്റെ തഫ്സീറുണ്ട്. അങ്ങനെ കുറെ തഫ്സീറുകൾ കാണാൻ പറ്റും. ഇംഗ്ലീഷ് അറിയുന്നവർക്ക് അങ്ങനെ കിട്ടും. പഠിക്കാൻ വലിയ സാഹചര്യം എന്താ പറയാ. എന്നിട്ട് ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ അതിന്റെ ഹിസാബ് അതിന്റെ അടുത്ത് എന്ന് പറയുന്നതൊക്കെ പ്രധാനമാണ്. ഖുർആൻ പഠിക്കണം, തജ്വീദോടെ പഠിക്കണം, ആശയം മനസ്സിലാക്കണം, തഫ്സീർ മനസ്സിലാക്കണം. നാലാമത്തെ കാര്യം എന്താ അറിയോ? ആ ഖുർആൻ ജീവിക്കണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ളവര്, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചെടുത്ത് പറഞ്ഞത് ലാ തലീനു ലികിതാബിഹി, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന് അവര് വഴങ്ങിയില്ല എന്നാണ്. ഇത് വലിയ അപകടമാണ്, ഇത് വലിയ പ്രയാസമാണ്. കാരണം വിശുദ്ധ ഖുർആനിന് അനുസരിച്ച് ജീവിതമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അള്ളാഹു സഹായിക്കട്ടെ. രണ്ടാമത്തെ കാര്യം വലാ തതദക്കറു ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർ ചിന്തിപ്പിച്ചില്ല. അതായത് ഉപദേശം വലാ തതദക്കറു ആയാതിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കിതാബിലൂടെയുള്ള ഉപദേശം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. അള്ളാഹുവിന്റെ സന്ദേശം ഹൃദയത്തിൽ മാറ്റം വരുത്തുന്നില്ല. ആത്മീയമായ ഒരു ഉണർവ് ഉണ്ടാകുന്നില്ല. കാരണം ദൃഷ്ടാന്തങ്ങൾ രണ്ടു തരാണ്, ആയത്തുൽ കൗനിയ്യ വആയത്തുൽ ശർഇയ്യ. പ്രാപഞ്ചിക ദൃഷ്ടാന്തം, സാൻമാർഗിക ദൃഷ്ടാന്തം. എന്താ പ്രാപഞ്ചിക ദൃഷ്ടാന്തം എന്നാൽ അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത്. ഇതിങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യന് മനസ്സിലാക്കുക റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിനാ അദാബ്. അപ്പോഴേക്ക് പറയാൻ പറ്റുള്ളൂ, അപ്പോഴേക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ വെറുതെ പറയാൻ പറ്റില്ല. രണ്ടാമത്തെ ആയത്ത് ശർഇയ്യ. എന്താ ആയത്ത് ശർഇയ്യ? ശിർക്ക് ചെയ്യരുത്, വിദഅത്ത് ഉണ്ടാക്കരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, പലിശയായിട്ട് ബന്ധപ്പെടരുത്, മാതാപിതാക്കളെ ദ്രോഹിക്കരുത്, ഇണയോട് മോശമായി പെരുമാറരുത്, ഭർത്താവിനെ ധിക്കരിക്കരുത്, ഇങ്ങനെ തുടങ്ങിയ ആയിരക്കണക്കിന് നിർദ്ദേശങ്ങൾ, അവാമിറുകളും അതുപോലെ നിരോധനങ്ങൾ, കൽപ്പനകളും നിരോധനങ്ങളും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. ഈ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് അവർ അശ്രദ്ധരാണ്. മൂന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ ദിക്ർ അവന്റെ മനസ്സിനെ ശാന്തമാക്കിയില്ല. നിങ്ങളുടെ മനസ്സിലേക്ക് ഓർത്താൽ സമാധാനം കിട്ടുന്നത് ആര് മാത്രമേ നിങ്ങൾ പറഞ്ഞോളൂ? അള്ളാഹിനെ മാത്രമേ ഉള്ളൂ, അള്ളാഹിനെ മാത്രമേ ഉള്ളൂ. അള്ളാഹ് പറഞ്ഞ വാക്കെന്തറിയോ? الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. അതായത് വിശ്വസിക്കുകയും അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവരെ ശ്രദ്ധിക്കണേ. അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമായി തീരുന്നത്, തുമഈനത്ത് അടക്കമുണ്ടാകുന്നത്.
പ്രിയമുള്ളവർ, നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ, മാതാപിതാക്കളിൽ, സുഹൃത്തുക്കളിൽ പലതിലും സമാധാനം കണ്ടെത്തുന്നവരുണ്ട്. എന്നാൽ ചിലപ്പോൾ പലപ്പോഴും സമാധാനക്കേടായി മാറാറുമുണ്ട്. നമ്മളിപ്പോ പെണ്ണുങ്ങളാണ് സമാധാനമൊക്കെ ചിലപ്പോൾ ഓളക്കൊണ്ടേക്കാൻ ഏറ്റവും വലിയ എന്റെ കുട്ടീനാണ് എനിക്ക് സമാധാനം നേരിടുമ്പോഴാവും ആ കുട്ടീനെ കൊണ്ട് ഏറ്റവും വലിയ. ഞാൻ അങ്ങനത്തെ കുറെ കുട്ടികളെ കൊണ്ട് സമാധാനക്കേടായ രക്ഷിതാക്കൾ ദിവസം കാണാറുണ്ട്. നമ്മളെ കത്തിരിക്കുമാണ്. എന്നാൽ സമാധാനം നൽകുക നിങ്ങള് രണ്ടറ്റത്തും നമ്മൾ ഒട്ടിച്ച പ്രാർത്ഥനാവസ്ഥ, പ്രാർത്ഥന അതിനകത്ത് കാണാം അല്ലാഹുമ്മ അല്ലാഹുവേ നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം. അല്ലാഹുവാണ് സമാധാനം. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്നിടത്ത് മാത്രമേ അത് കിട്ടൂ. അല്ലാഹു ഖൽബിൽ ഉണ്ടെങ്കിൽ അത് ലഭിക്കും. എന്നാൽ അല്ലാഹുവിനെ അവഗണിച്ചാലോ മതലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറുഹു അല്ലെങ്കിൽ വല്ലദീ ലാ യദ്കുറു മതലുൽ ഹയ്യി വൽ മയ്യിത്ത്. വ്യത്യസ്ത റിവായത്തുകളാണ് മറ്റും. ഇത് മുത്തഫഖുൻ അലൈഹിയാണ്. അല്ലാഹുവിനെ ഓർക്കുന്നവന്റെയും അല്ലാഹുവിനെ ഓർക്കാത്തവന്റെയും ഉപമ ജീവിച്ചിരിക്കുന്നവന്റെയും മരിച്ചവന്റെയും പോലെയാണ്. അല്ലാഹുവിനെ ഓർക്കുന്നവൻ ജീവനുള്ളവനെ പോലെയാണ്. അള്ളാഹുവിനെ ഓർക്കാതെ തോന്നിയ മാതിരി നടക്കണമല്ലോ അവരായികള്. ദീനുള്ളവന്റെ അടുത്ത് അള്ളയുടെ അള്ളാന്റെ റസൂലില്ല ഇസ്ലാമിന്റെ ഒന്നുമില്ല. ഒരു പടച്ചവനെ പേടിയില്ല, പരലോകമില്ല. ഇത് സിന്ദീഖുകളെ കുറിച്ചെല്ലാം പറഞ്ഞത്, നിരീശ്വരനെ കുറിച്ചല്ല പറഞ്ഞത്, നാമധാരികളെ കുറിച്ചാണ്. മുസ്ലിം പേരുള്ള മരിച്ചവന് സമാനമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, മൻ അവദ ലിസാനഹു ദിക്റല്ലാഹ് സാനല്ലാഹു ലിസാനഹു അനിൽ ബാതിൽ വല്ലഹു. അള്ളാഹനെ ഓർക്കാനായി ആരെങ്കിലും തന്റെ നാവിനെ ശീലിപ്പിച്ചാൽ അവന്റെ നാവിനെ അല്ലാഹു വൃത്തികേടിൽ നിന്നും ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഇനി ആരുടെയെങ്കിലും നാവ് അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് ഉണങ്ങിപ്പോയാൽ, നാവ് പച്ചയാകാതിരുന്നാൽ, നാവിൽ അങ്ങനെ അള്ളാഹിനെ കുറിച്ചൊരു ദിക്റില്ലാതിരുന്നാൽ, വൃത്തികേടും തോന്നിവാസവും കൊണ്ട് ആ നാവ് നനയുന്ന, ആ നാവിന് നല്ലൊന്നും പുറത്തുവരില്ല. യാ അല്ലാഹ് യാ റബ്ബി എന്ന് വിളിക്കുന്നിടത്ത് പിന്നെ യാ കൽബി യാ തുറന്ന പേര്, ആ പേരാ നാവിന് വരിക. എന്തുകൊണ്ടത്? ആ നാവിൽ അള്ളാഹിനെ വിളിക്കാത്തത്, അള്ളാഹുവിനെ വിളിക്കാത്തത്. അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ വളരെ ഗൗരവത്തോടുകൂടി വിശ്വസിക്കണം. നാലാമത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ശൈഖുൽ ഇസ്ലാം ശൈഖ് ഇമാം സഅദി പറഞ്ഞു, ബൽ ഹിയ മുഅ്രിദത്തുൻ അൻ റബ്ബിഹാ മുൽതഫിതത്തുൻ ഇലാ ഗൈരിഹി. ഈ കടുത്ത ഹൃദയത്തിന്റെ ഉടമയെ കുറിച്ച് പറയാൻ, തന്റെ റബ്ബിനെ അവൻ അവഗണിച്ചു, അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിഞ്ഞു. ദിക്റിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ അള്ളാഹുവിനെ വിട്ടാൽ പിന്നെ ആരാണ് അഭയം? അള്ളാഹു പുറമെ നാം ആരെ പിടിച്ചാലും അത് വെറും എട്ടുകാലി വല മാത്രം. ആയത്തില്ലേ مثل الذين اتخذوا من دون الله أولياء كمثل العنكبوت اتخذت بيتا وإن أوهن البيوت لبيت العنكبوت لو كانوا يعلمون. അള്ളാഹു പുറമെ വല്ല ഔലിയാക്കന്മാരെയും സ്വീകരിച്ചവരുടെ ഉപമ എട്ടുകാലിയുടേതുപോലെയാകുന്നു. അതൊരു വീടുണ്ടാക്കി, വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായത് എട്ടുകാലിയുടെ വീടാണ്. അവർ കാര്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അള്ളാഹനെ വിട്ടിട്ട് അള്ളല്ലാത്തവരിലേക്ക് തിരിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കേവലം ഇബാദത്തിന്റെ മേഖലയിൽ മാത്രമല്ല, നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും. അത് മാത്രമല്ല ജീവിതത്തിന്റെ ഏത് മേഖലയിലും. ഇപ്പൊ നോക്കിക്കോളെ, ഹലാലും തൊയ്യവുമായ സമ്പത്ത് ഉണ്ടാക്കുന്നതിന് പകരം ഹലാലും തൊയ്യവും വിട്ടിട്ട് ഹറാമുക്ക് പോയാലോ? ഓനാരെ ഒഴിവാക്കിയത്? അള്ളാഹിനെ ഒഴിവാക്കിയത്. ഇപ്പൊ ഒറ്റ ഉദാഹരണം പറഞ്ഞാല് എന്താണ്? അള്ളാഹു തആല പറഞ്ഞു, കച്ചവടത്തെ കുറിച്ച് പറഞ്ഞു, അതെന്താണ്? ഹലാലാണ്. പലിശയും ഹറാമാണ്. പക്ഷെ നമ്മളെ മുസ്ലിം കച്ചവടക്കാരെന്താക്കി തരാണ്? ഒരു രണ്ടും കൂടെ ഹലാലാക്കി. ഇല്ലാതെ നടക്കൂല. നിങ്ങൾ വിചാരിക്കണ പോലൊന്നല്ല. പലിശ ഇല്ലാതെ നടക്കൂല. പോലുണ്ടാക്കാൻ പറ്റൂല. രാവിലെ പള്ളിക്കൊക്കെ വരുന്ന സ്കൂട്ടർ വരെ പലിശ വരും. എന്തായിരിക്കും നിസ്കാരത്തിന്റെ അവസ്ഥ?
എന്തൊരവസ്ഥ! ഇയാൾ ആരെ അവഗണിച്ചത്? അള്ളാഹെയാണ്. എനിക്ക് അള്ള മതി, അള്ള തൃപ്തിപ്പെട്ടത് മതി തീരുമാനിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അള്ള ഹറാമാക്കിയതിന്റെ പിന്നാലെ പോയത്. എല്ലാവർക്കും അറിയാലോ മനുഷ്യ ഹറാമെന്ന്. ആർക്കറിയാത്ത? എല്ലാവർക്കും അറിയാം മനുഷ്യ ഹറാമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് കള്ളുകൂടിയനെ കാണുന്നതിലേറെ ലഘൂകരിച്ച് കാണുന്ന സാധനം എന്താ? ഏറ്റവും ലഘൂകരിച്ച് കാണുന്ന മനുഷ്യർക്ക് ഇമാം മാലിക് ബിൻ അനസ്, ഏത് സഹാബിയല്ല, ഇമാം മാലിക്, അദ്ദേഹം പറഞ്ഞു ഒന്നാം പാപം ശിർക്ക്, രണ്ടാം പാപം പലിശ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ ചില പണ്ഡിതന്മാർ തിരിച്ച് വേറെ ഇട്ടിട്ടുണ്ട്, പലിശ മൂന്നാമതായിട്ട് പിന്നെ അത് അർത്ഥിപ്പനുസരിച്ച് തന്നെയാണ്. അത്ര വലിയ ഗൗരവം. അപ്പൊ എന്ത് ഗൗരവത്തിൽ നമ്മൾ കാണണം. ഇനി നിങ്ങൾ ആലോചിച്ചൊക്കെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ എവിടെയാണ്? ഖുർആൻ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സെവിടെയാണ്? ദുആ ചെയ്യുമ്പോൾ നമ്മൾ ആരെയും ഓർക്കുന്നത്? കാര്യങ്ങളുടെ കാര്യം. ആത്മീയ ലോകത്തുണ്ട്, ഭൗതിക ലോകത്തുണ്ട്, രണ്ടിടത്തും അള്ളാഹ് അവഗണിച്ചാൽ പിന്നെ ആരാണ് നമുക്ക് ആശ്രയം നൽകുക? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. എന്റെ ദിക്റിനെ വിട്ടിട്ട്, സ്മരണയെ വിട്ടിട്ട് ആരെങ്കിലും തിരിഞ്ഞാൽ അവന് ഇടുങ്ങിയ ജീവിതം, അതിന്റെ ഒരു മഴ തന്നെ ഖബറിൽ ഒരു ശിക്ഷ ഉണ്ടാവുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ നബിയെ തൊട്ടുള്ള സഹാബികളും താബികളൊക്കെ ഉദ്ധരിക്കുന്ന പല റിപ്പോർട്ടുകൾ ഇഷ്ടം കാണാൻ പറ്റും. ശരി, അവസാനിപ്പിക്കാണ്. ഈ പറഞ്ഞ രണ്ടാമത് പറഞ്ഞ ഖസ്വത്തുൽ ഖൽബിന്റെ ആൾ, അവരുടെ ഹൃദയം, അവര് വ്യക്തമായ ദുർമാർഗത്തിൽ എത്രയാണ്. എന്നിട്ട് ഇമാം സഅദി ചോദിക്കുന്ന ചോദ്യം ഉണ്ട്, തന്റെ റബ്ബിനെ അവഗണിക്കുന്നതിനേക്കാൾ വലിയ വഴികേട് മറ്റെന്താണുള്ളത്? അള്ളാഹുവിനെ സ്വീകരിക്കുന്നതിലാണ് സർവ്വ സൗഭാഗ്യവും. സ്വർഗവും സ്വർഗത്തിലൊക്കെ സഹാദത്താണ്. എന്നാൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാതെ ഹൃദയം കടത്തുപോയവൻ, അവൻ തനിക്ക് ദോഷകരമായതിനെല്ലാം സ്വീകരിക്കുന്നു എന്നാണ്. അള്ളാഹു തആല നമ്മളെ കൂട്ടത്തിൽ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആദ്യം പറഞ്ഞ ആ നാലാളിൽ ഉൾപ്പെടുകയും പിന്നെ പറഞ്ഞ ആ നാലെണ്ണത്തിൽ നിന്ന് അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞാന് പരമാവധി ഇന്നതൊരു വാക്കുപോലും വരാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഇതൊക്കെ നമ്മള് വേറെ ഇതിലൊക്കെ സംസാരിക്കാറുണ്ടെങ്കിൽ പോലും തഫ്സീറിനെ അവലംബിച്ചിട്ടാവുമ്പോൾ നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാവും. കാരണം നമ്മൾ പറഞ്ഞല്ല, ഇമാമികൾ പറഞ്ഞ. അതുകൊണ്ട് ഏത് അതിനകത്ത് ഹൈറുണ്ടെങ്കിലും അവരിലേക്ക് മടങ്ങും, ഷെറുണ്ടെങ്കിലും അവരിലേക്ക് മടങ്ങും. അത് നമ്മൾ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ആ വായിച്ചെന്തെങ്കിലും അവൻ തന്നെ അതിന്റെ മാത്രമേ നമുക്ക് എല്ലാവർക്കും പുറത്തുവരുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ റമദാനിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾക്കും ഭക്തനെ പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. ഇടകളിൽ മക്കളിൽ വാക്കൾ കുടുംബ പ്രദാനം ചെയ്യുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് കൺകൂട്ടത്തുള്ള മക്കളാക്കി അല്ലാഹു നമ്മളെ മാറ്റി തീർക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിന്റെ തൗഹീദിന്റെ മാർഗത്തിൽ മരിച്ചുപോയ നമ്മുടെ മുൻഗാമികൾ അല്ലാഹുക്കൊക്കെ മഗ്ഫിറത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന, അടിയൊടിക്കപ്പെടുന്ന, നിരാലംബരും നിസ്സഹായരുമായി മുസ്ലിമ അല്ലാഹുക്ക് സമാധാനം ചെയ്യുമാറാകട്ടെ. വിശേഷ്യ ഫലസ്തീൻ അല്ലാഹുവിന്റെ അഹ്ലു സുന്നത്തിന്റെ മണ്ണാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇഖ്വാനികളുടെയും ശിയഈസത്തിന്റെയും കയ്യിൽ നിന്ന് അല്ലാഹു അഹ്ലു സുന്നത്തിന്റെ കൈകളിലേക്ക് മസ്ജിദുൽ അഖ്സയെ മണ്ണിനെ ഏൽപ്പിക്കുമാറാകട്ടെ. സിറിയ അല്ലാഹു അഹ്ലു സുന്നത്തിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രയാസപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിമ അല്ലാഹുക്ക് സമാധാനം ചെയ്യുമാറാകട്ടെ. ഈ മണ്ണ്, ഈ രാജ്യത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് അനുകൂലമായ ഒരു മണ്ണാക്കി അല്ലാഹു ഈ രാജ്യത്ത് നിർമ്മിക്കുമാറാകട്ടെ. 300-350 വർഷങ്ങൾക്ക് മുമ്പ് ഹിജാസിൽ നിന്ന് ഹദീത്ത് പഠിക്കാൻ ഈ ഇന്ത്യയിൽ ഡൽഹിയിലേക്കും ആഗ്രയിലേക്കും ഒക്കെ കടന്നു വന്നൊരു കാലഘട്ടത്തിൽ അള്ളാഹു തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ. ഈ മണ്ണിൽ, ഇന്ത്യ രാജ്യത്ത് അള്ളാഹുവിന്റെ ദീനെ പഠിച്ചും പകർത്തിയും പ്രബോധനം ചെയ്തും മുന്നോട്ട് പോകാനുള്ള പഴക്കമുള്ള ഒരു മണ്ണാക്കി അള്ളാഹു ഈ മണ്ണിനെ മാറ്റിത്തീർക്കുമാറാകട്ടെ. അതിനനുയോജ്യരായ ഭരണാധികാരികളെ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനനുയോജ്യരായ ഭരണാധികാരികളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا
മുഹമ്മദ് സുബ്ഹാനല്ലാഹി വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്. നേരത്തെ ഉസ്താദ് ചോദിച്ച മാതിരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതിൽ കിട്ടും. മസാല കഴിച്ച് എനിക്ക് അറിയില്ല. ഇന്ത്യയിലാണെങ്കിൽ പറഞ്ഞതാണെങ്കിൽ പിന്നെ പുറത്തിറങ്ങിയിട്ട് പിന്നെ നിങ്ങൾ അങ്ങനെ പറഞ്ഞതാണ് ഞാൻ ഉത്തരവാദിയാണ്. എനിക്കൊന്നും ചോദിക്കാനില്ല. നിങ്ങളിപ്പോ പലിശനെ പറ്റി പറഞ്ഞു, സ്കൂട്ടി വാങ്ങുന്നതൊക്കെ പറ്റി. നമ്മൾ ഇന്ന് ഹജ്ജിന് പോകുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് നമ്മളെ ഇവർ കൊടുക്കുന്നത്, അതിനാണ് കൊടുക്കുന്നത്. ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഈ ബൈക്ക് പറഞ്ഞാൽ പോകുന്നത് അപ്പൊ എങ്ങോട്ട് അതിനെ പറ്റി നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്. നമ്മൾ നേരിട്ട് പരിചയമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ബാധിക്കുന്ന വിഷയമാണ്. ശമ്പളം അടക്കം അങ്ങനെയല്ലേ, ശമ്പളം സർക്കാർ ശമ്പളം കൊടുക്കണൊക്കെ. എന്റെ ഉമ്മ ടീച്ചർ റിട്ടയർഡായി, ടീച്ചർ ദേശം മാഷാണ്, ഓലൊക്കെ ശമ്പളം വാങ്ങുന്നത് അങ്ങനെ തന്നെ. പക്ഷെ നമ്മൾ അധ്വാനിക്കുന്നതിനെ പറ്റില്ല. ഇവിടെ നമ്മുടെ പൈസയിലാണ് പോകുന്നത്, അതുകൊണ്ട് നമ്മളത് ബാധിക്കില്ല. എന്നുവെച്ചാൽ നമ്മൾ നേരിട്ട് ചെയ്തിട്ട് കാത്തിബഹു ഷാഹിദ് എന്താണ് ആക്കിലഹു മൂക്കിലഹു കാത്തിബഹു ഷാഹിദ് കലഹും സഭ തിന്ന തീറ്റിക്ക എഴുതി വെക്കുക സാക്ഷി വെക്കുക. അതാണ് ബാങ്ക് ജോലി ആറാമെന്ന് പറയാം. എഴുതിക്കൊണ്ട് സാക്ഷി വെക്കണം. ഇനി ഒരാളെ പറയാണ് ഇജ് പലിശ നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒപ്പിട്ടെക്കണം. ഓ വാങ്ങുന്നത് നമ്മൾ ഒപ്പിട്ടെടുക്കുന്ന തുല്യാണ്. ഹും സവാ അല്ലാത്തവരൊക്കെ ഉണ്ടാവില്ല. നമുക്കറിയില്ല, ബാങ്ക് ഉണ്ടാവില്ല. ഇല്ല,